എല്ലാവർക്കും നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോ എന്നും ഞാൻ സുദീപിന്റെ അടുത്തേക്കാണ് പോസിറ്റിവിറ്റിക്ക് പോവാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ തുടങ്ങാം. ഇങ്ങനത്തെ ഒരു മാച്ചിന് ശേഷം എങ്ങനെയാണ് ഒരു പോസിറ്റീവ് നോട്ടിൽ തുടങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കെങ്കിൽ, പോസിറ്റീവ് നോട്ടല്ല, ഏറ്റവും പോസിറ്റീവായ കാര്യം എന്ന് വെച്ചാൽ ഇനി ആകെ 2 മാച്ച് ബാക്കിയുള്ളൂ. അതാണ് നമ്മുടെ ഏക ആശ്വാസം, ഈ സീസണിലെ ഹൈലൈറ്റ്. അതെ. അപ്പൊ 4 പോഡ്കാസ്റ്റ് മാച്ചിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞങ്ങൾ കാണാനുള്ള പ്ലാൻ ആയിരുന്നു. കളി കണ്ടിട്ട് മാച്ച് കഴിഞ്ഞിട്ട് പക്ഷെ പറയാനുള്ളത് ഒരുത്തന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ ക്ലബ് എന്താ ഇങ്ങനെ? എല്ലാരും ഫ്ലോപ്പിന്റെ മാച്ചൊക്കെ ഇരുന്ന് കാണലുണ്ടായിരുന്നേ. അപ്പൊ അവർക്ക് ഇത് ദഹിക്കാൻ പറ്റുന്നില്ല. ഓബിൻ പറഞ്ഞു. അല്ല, ഈ മാച്ചിനെ കുറിച്ച് ഈ 90 മിനിറ്റ്സ് കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ആസ് യൂഷ്വൽ ചെൽസിനെ പോലെ കളിച്ചു, നമ്മളെ പോലെ കളിച്ചു. രണ്ടുപേർക്കും ജയിക്കാൻ അറിയാത്തത് കൊണ്ട് ആരും ജയിച്ചില്ല. രണ്ടുപേരും മത്സരിച്ച് തോക്കാൻ നോക്കിയതുകൊണ്ട് രണ്ടുപേരും തോറ്റില്ല. കൂടെ ഞാനും. പക്ഷെ ഇപ്പൊ മാച്ച് ആക്ച്വലി ഈ വീക്കെൻഡിലെ മാച്ച് ഇറ്റ്സ് നോട്ട്, എന്താ പറയാ, ലിവർപൂൾ വേഴ്സസ് ചെൽസി എന്നുള്ളതില് പിച്ചിലും കൂടുതൽ മത്സരം നടക്കുന്നത് പിച്ചിന്റെ പുറത്താണ്. ആര് സാബി അലോൺസോനെ സൈൻ ചെയ്യും എന്നുള്ളതില്, ഓർ ട്രൈ ചെയ്യും എന്നുള്ളതില്. അല്ലാണ്ട് പിച്ചിൽ നടക്കുന്ന രണ്ട് ടീമിനും താല്പര്യമില്ല കളിക്കാന്. 2 ടീമിനും കോച്ചിനും വലിയ താല്പര്യമില്ല. ഒരാള് കെയർ ടേക്കറാണ്, ഒരാള് കെയർ പോലും ചെയ്യാത്തൊരു ടേക്കറാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് ഓബിന്റെ സ്റ്റക്ക് ഉണ്ട്. സുദീപ് തുടങ്ങിക്കോ. ഓബിൻ ഒന്ന് സെറ്റ് ആയിട്ട് ഓബിൻ ഇപ്പറഞ്ഞ മാച്ചിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മള് പറഞ്ഞതാണ്, ഇതിപ്പോ അടുത്ത സീസണിന്റെ ഒരു പ്രീ സീസൺ പോലെയാണ് മാച്ചുകൾ. പക്ഷെ പ്രീ സീസൺ ആണെങ്കിൽ പ്രീ സീസണിന്റെ ഒരു സാധനങ്ങളും കാണൂലോ എന്നുള്ളതാണ്. പക്ഷെ അതുപോലും ഇല്ലാത്ത രീതിയിലാണ് ഈ പറഞ്ഞ പോലെ മാച്ച് കാണുമ്പോൾ. ഇപ്പോ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പലരും പറയുന്നുണ്ട്, മാച്ച് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം ഇത്രയും മോശം ഫോമിലുള്ള ചെൽസി വരെ നമ്മളെ ഓടിത്തോൽപ്പിച്ചു കഴിഞ്ഞ കളി. ചെൽസി നന്നായി കളിച്ചു കേട്ടോ. ചെൽസി അങ്ങനെ മോശം എന്ന് പറയാനില്ല, ചെൽസി നന്നായി കളിച്ചു. പറയാനില്ല, അതല്ല ഞാൻ പറയാം. അവരെ മോശം ഫോമിലുള്ള ടീമായിട്ട് കൂടി അവര് നമ്മളെ ഓടിത്തോൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോ പക്ഷെ നമ്മുടെ പ്ലേയേഴ്സ് ആണെങ്കിൽ യങ് പ്ലേയേഴ്സ് ആണ് കുറെ കളിച്ചത്. പക്ഷെ അവർക്ക് പോലും ഓടി തോൽപ്പിക്കാൻ പറ്റിയില്ല. കമ്പയർ ചെയ്തത് മിൽനർ, ഹെൻഡേഴ്സൺ, ഇവരൊക്കെ ആ 30s ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് പോലും, ടോപ്പിന്റെ സമയത്ത് നമ്മള് ഒപ്പോണൻസിനെ ഓടി തോൽപ്പിച്ചു എന്നുള്ളതൊക്കെ അതൊക്കെ കറക്റ്റാണ്, ശരിയാണ്. അപ്പോ അത് അല്ല സ്ലോട്ടിന്റെ അപ്രോച്ച് എന്നുള്ളത് ഈ സീസൺ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോ എന്നിട്ടും നമ്മൾ കുറെ ചാൻസ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് സ്റ്റാറ്റ്സും ഇതൊക്കെ പറയുന്നത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോഴും നമ്മള് ചാൻസ് കഴിഞ്ഞ മാച്ചിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാണുമ്പോൾ യാതൊരു രസമില്ല. കളി കാണുമ്പോൾ നമ്മൾ ചാൻസ് ക്രിയേറ്റ് ചെയ്തു എന്ന് തോന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ അതല്ല ഈ ലിവർപൂൾ വേ ഓഫ് ഫുട്ബോൾ എന്നുള്ള ഒരു ഡിബേറ്റ് ആണ് എല്ലായിടത്തും വരുന്നത്. അപ്പോ ആ ഒരു സ്റ്റൈലിലേക്ക് എന്ന് സ്ലോട്ട് എത്തും എന്നുള്ളത് സംബന്ധിച്ച് ഫാൻസിനൊന്നും ഒരു പ്രതീക്ഷയില്ല. ആർക്കും ഒരു പ്രതീക്ഷയില്ല അങ്ങനെ ഒരു ഫുട്ബോൾ കാണാൻ പറ്റും എന്നുള്ളത് സ്ലോട്ടിന്റെ കീഴിൽ. അങ്ങനെയുള്ള ഇതില്ല. പക്ഷെ സ്ലോട്ട് പറയുന്നുണ്ട്, എന്റെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, ഞാൻ ഫുട്ബോള് ഉദ്ദേശിക്കുന്നത്. സ്ലോട്ട് എപ്പോഴും പറയും PSG ആണ് സ്ലോട്ടിന്റെ ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ അതുപോലെ കളിക്കാനൊക്കെയാണെന്നൊക്കെ പറയും. മാത്രമല്ല ഈ സീസണിൽ പറഞ്ഞു പല പ്രശ്നങ്ങളുണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്, അത് ഞാൻ അടുത്ത സീസണിൽ ഞാനത് കറക്റ്റ് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ സ്ലോട്ട് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ആരും കൺവിൻസ്ഡ് അല്ല. ഫാൻസിന്റെ അടുത്ത് ഫാൻസ് കൺവിൻസ്ഡ് അല്ല എന്നുള്ളത് മനസ്സിലായി. പ്ലേയേഴ്സ് കൺവിൻസ്ഡ് അല്ല എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായി. സല ഇപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ചേഞ്ചസിന്. അതിപ്പോ മാനേജ്മെന്റിന്റെ എതിരെയാണ് പറഞ്ഞെന്നുള്ള ഒരു വേർഷൻ ഉണ്ട്. അതല്ല,
സ്ലോട്ടിനെ കുറിച്ച് തന്നെയാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞെന്നുള്ള വേർഷൻ വേറെ ഉണ്ട്. അപ്പോൾ ഫാൻസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണല്ലോ വേണ്ടത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അത് കഴിഞ്ഞ് VVD പുറത്തു നിന്ന് പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊന്നും ഒരു ശുഭസൂചന അല്ല നൽകുന്നത് എന്നുള്ളൊരു തോന്നല് എല്ലാ ഫാൻസിന്റെ ഇടയിൽ. അപ്പൊ ഈ പല റീസൺസ്, ഒന്ന് പ്ലേയിങ് സ്റ്റൈലിന്റെ പ്രശ്നം, രണ്ട് ഈ പ്ലേയേഴ്സിനെ മാനേജ് ചെയ്യുന്ന ഇതിലുള്ള പ്രശ്നം, സ്ലോട്ടിന്റെ ശരിക്കും മാനേജ് ചെയ്യുന്നില്ല, പ്ലേയേഴ്സിനെ മോശമാക്കി സംസാരിക്കും എന്നുള്ള പ്രശ്നം. മൂന്ന്, ഈ ടീം ലീഡേഴ്സ് അല്ലെങ്കിൽ സീനിയർ പ്ലേയേഴ്സ് ക്ലബിൽ പ്രശ്നമുണ്ട്, അത് സ്ലോട്ടാണ് ആ പ്രശ്നം എന്ന് ഹിന്റ് ചെയ്യുന്ന രീതിയിൽ ഫാൻസിന് തോന്നുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ 3 പ്രശ്നങ്ങളായി. 4 ട്രാൻസ്ഫർ പ്രശ്നങ്ങൾ. ട്രാൻസ്ഫറിൽ ഇത്രയധികം കാശ് കൊടുത്തിട്ട് കുറച്ച് പ്ലേയേഴ്സിനെ മേടിച്ചുള്ളൂ, ഒരുപാട് സ്പെൻഡ് വന്നു, അത് വെച്ച് സ്ക്വാഡ് ഫിനിഷ് ചെയ്യാൻ പൂർത്തിയാക്കാൻ പറ്റിയില്ല. അതില് സ്ലോട്ടിനും റോൾ ഉണ്ട്. അത് കാരണം സ്ലോട്ട് ഇനിയും പ്ലേയേഴ്സിന്റെ ഇതില് അങ്ങനെ ഫാൻസിന്റെ ഒരു പെർസ്പെക്റ്റീവ്, ഫാൻസ് അങ്ങനെ വിചാരിക്കണം. അങ്ങനെ 4 അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് സ്ലോട്ട് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളൊരു പേടി ഓൾറെഡി ഉണ്ട്. കാരണം അതിന്റെ കമന്റ്സും മറ്റു സ്ഥലത്ത് വന്നു തുടങ്ങി. അതായത് IT കേസ് പറയുന്നുണ്ട് സ്ലോട്ട് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള കാര്യം. പല IT കേസും പറയുന്നുണ്ട്. ഈവൻ അലോൺസോന്റെ റൂമർ അത്രയും സ്ട്രോങ് ആയിട്ട് ചെൽസിയുടെ അടുത്ത് പോകുമ്പോഴും നമ്മൾ അതിലേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഫാൻസ് നിരന്തരം ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതൊന്ന്. 2, ഓണേഴ്സിന്റെ സൈഡിൽ നിന്ന് യാതൊരു മൂവ്മെന്റും ഉണ്ടാവുന്നില്ല എന്നുള്ളതും മനസ്സിലാവുന്നുണ്ട് IT കേസിന്റെ അടുത്ത്. 3-മത്തെ സ്ലോട്ട് തന്നെ പറഞ്ഞു, ഞാൻ അടുത്ത സീസണിൽ ഉണ്ടാവും, അടുത്ത സീസണിൽ ട്രാൻസ്ഫറിന്റെ പ്ലാൻസ് തുടങ്ങിയിട്ടുണ്ട്, അടുത്ത സീസണിൽ നമ്മൾ ഇതിന് നന്നായിട്ട് കളിക്കും. അതുപോലെ തന്നെ സ്ലോട്ടിന്റെ കുറച്ചുകൂടി താല്പര്യമുള്ള രീതിയിലുള്ള കോച്ചിങ് സ്റ്റാഫും കൂടെ വരും എന്നുള്ള കാര്യങ്ങളും ആ സൈഡിലും വരുന്നുണ്ട്. അപ്പോ ഫാൻസിന്റെ പ്രശ്നം ഇതാണ്. ഈ സീസണിൽ ഈ കണ്ട കാര്യങ്ങൾ, ഈ പ്രശ്നങ്ങൾ, ഈ 4-5 റീസൺ പറഞ്ഞല്ലോ, അത് തന്നെ അടുത്ത സീസണിലും തുടരും എന്നുള്ള പേടി ഒന്ന്. 2, അലോൺസോന്റെ പോലുള്ള ഒരു മാനേജർ അവിടെ ഉള്ളപ്പോ എന്തുകൊണ്ട് ഈ സ്ലോട്ടിനെ മാറ്റി അലോൺസോന്റെ അടുത്തേക്ക് പൊക്കൂടാ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് ഫാൻസ് എത്തി. ഇതെല്ലാം കൾമിനേറ്റ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ മാച്ച് കഴിഞ്ഞപ്പോ ഫാൻസ് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ട് ബൂ ചെയ്യുന്നൊരു സിറ്റുവേഷൻ വന്നത്. അതുകൊണ്ടായിരിക്കും. അത് പെർഫോമൻസ് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പെർഫോമൻസ് ഇതിനു മുമ്പും ഇങ്ങനെയുള്ള പെർഫോമൻസിന്റെ ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം കോയിൻസൈഡ് ചെയ്ത് വന്ന കാരണമായിരിക്കും ഫാൻസ് അങ്ങനെ ബൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് എന്ന് ഫീൽ ചെയ്തു. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആയിരിക്കാം. ഐ മീൻ ഇതില് പറഞ്ഞതിലൊന്നിലും ഒരു മാറ്റമൊന്നുമില്ല. പക്ഷെ അപ്പോഴും എന്നിരുന്നാലും പ്ലേയേഴ്സിനും കൂടെ ഇത് ബാധകമല്ലേ എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ ചെൽസി 6 കളി എങ്ങനെയല്ല അടുപ്പിച്ച് തോക്കുന്നത്. ലൈക്ക് കണ്ടിന്യൂസ് 6 ഗെയിംസ് ഒരു തോൽവിയോടെ നിൽക്കുന്ന സമയത്ത് അങ്ങനെയുള്ളൊരു ടീമിനെ പോലും നമ്മൾക്ക് തോൽപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് ആദ്യമായിട്ടല്ലോ കാണുന്നത്. സ്പേഴ്സും ഇങ്ങനെ തന്നെയായിരുന്നു. മറ്റേ ട്യൂഡോർ വന്ന് ഒരു കളി എങ്ങനെ ജയിച്ചു, ബാക്കി എല്ലാം പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അത്രയും പോലും നമുക്ക് ഒരു കൺസിസ്റ്റൻസി ഇല്ല, ഒരു ഡിസയർ ഇല്ല, ഡ്രൈവ് ഇല്ല. എത്രത്തോളം എന്ന് വെച്ചിട്ടാണ് ഫാൻസ് ആയാലും കണ്ടിരിക്കുക. 90th മിനിറ്റില് 1-1 ആയി നിൽക്കുന്ന സമയത്ത് മാമയുടെ കയ്യിൽ ബോൾ വന്ന് 1 അല്ല 2 പ്രാവശ്യം, ഒന്നൊരു കോർണർ ഒന്നൊരു കൗണ്ടർ നോക്കിയപ്പോഴും മാമ പെനാൽറ്റി ബോക്സിന്റെ അറ്റത്തേക്ക് ഓടും. തിരിഞ്ഞു നോക്കുമ്പോൾ 7 ആൾക്കാര് അതേ ലൈനില്, ആർക്കും മുന്നോട്ട് ഓടണ്ട, എല്ലാവരും കംഫർട്ടബിൾ ആണ്. അത് ഇറ്റ്സ് ഓക്കെ. കുറച്ചു നേരം കൂടി പിടിച്ചു, 8 സെക്കൻഡ് ഉണ്ടല്ലോ, 8 സെക്കൻഡ് കൂടി പിടിച്ചിരുന്നു. എന്നിട്ട് നമ്മൾ മെല്ലെ ഒരു സൈഡിലേക്ക് പോകുന്നു, ആ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുന്നു, ചെൽസിക്ക് ബോൾ കിട്ടുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും മാമന്റെ കൈവരിൽ ബോൾ കിട്ടും, മുന്നോട്ടേക്ക് ഓടുന്നു, ബാക്കോട്ട് ഓടുന്നു, സൈഡിലേക്ക് പാസ് ചെയ്യുന്നു. ഇത് മതി എന്നുള്ളത് മാനേജേഴ്സും പ്ലേയേഴ്സും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് മാനേജറിന്റെ കഴിഞ്ഞ പ്രസ് കോൺഫറൻസിലും മൂപ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പെർഫോമൻസ്, ഈ സീസണിലെ പെർഫോമൻസ് എന്നൊക്കെ പറയുമ്പോൾ പോലും നമുക്കിനി ഒരു കളി ജയിച്ചാൽ മതിയല്ലോ. ഒരു ലിവർപൂൾ പോലത്തെ ഒരു ടീമിന് കോച്ച് ചെയ്യുമ്പോൾ എല്ലാ കളി ജയിക്കണം എന്ന് പറയെങ്കിലും ചെയ്യണ്ടേ, ചെയ്യുന്നില്ലെങ്കിലും. അതിന് പോലും മൂപ്പർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. മൂപ്പര് ഫുൾ ഓൺ മറ്റേ റിയാലിറ്റി തിങ് ആണ്. ഒരു കളി ജയിച്ചാൽ ചാമ്പ്യൻസ് ലീഗ് കിട്ടി, അത് കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറമൊന്നും എനിക്ക് ആവശ്യമില്ല.
ആ മോഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫാൻസ് എന്തായാലും തിരിയും. ഒന്നുമില്ല, നമ്മള് കറണ്ട് PL ചാമ്പ്യൻ അല്ലേ, അതിന് 7 കാലത്ത് നമ്മൾ ഇല്ലാന്നുണ്ടെങ്കിലും ബൈ നെയിം ആർസണൽ നെക്സ്റ്റ് ചാമ്പ്യൻസ് ആകുന്ന വരെ, ആ ഒരു പീരീഡ് വരെ വി ആർ സ്റ്റിൽ ദ PL ചാമ്പ്യൻസ്. അതിന്റെ പകുതിയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ ഡിസയർ? അല്ല, ക്ലബ്ബ് ആസ് എ ഹോൾ എനിക്ക് തോന്നുന്നു FSGയുടെ ഒരു രീതി വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു രീതി, FSG ഈ ക്ലബിൽ കൊണ്ടുവന്ന രീതി വെച്ചിട്ട് തന്നെ, സം സീസൺസ് യു ഡു വെൽ, സം സീസൺസ് യു ഡു ബാഡ്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ബാഡ്, നമ്മളൊരു കോഴ്സ് കറക്ഷൻ ചെയ്യാറില്ല. ഇഫ് യു റിമെമ്പർ ക്ലോപ്പിന്റെ ഇടയിൽ സീസണിൽ നമ്മൾ കബാക്കിനെയും മറ്റേ കോക്കറിനൊക്കെ മേടിച്ച അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഈ സീസൺ തുടങ്ങി ജോട്ടയുടെ ഒരു ഇൻസിഡന്റ് ആവുമ്പോഴേക്കും പ്ലെയേഴ്സ് ഓൾമോസ്റ്റ് ഡൗൺ ആയി മെന്റലി. സ്ലോട്ടിന്റെ 5ാമത്തെ സീസണറ്റോ ആണത്, 2019 തോന്നുന്നു പുള്ളി കോച്ച് ചെയ്യാൻ തുടങ്ങിയത്. അൽക്കമാർ കഴിഞ്ഞു, ഫയനൂഡ് കഴിഞ്ഞു, അൽക്കമാറിൽ 2, ഇവിടെ 1. സോ 3rd or 4th സീസൺ ആണ് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് ജസ്റ്റിഫൈങ് സ്ലോട്ട്. ഞാൻ പറയുന്നത് അയാൾക്ക് ആ ഒരു മരണം, അതിനെ എങ്ങനെയാണ് പ്ലെയേഴ്സിനെ തിരിച്ച് കൊണ്ടുവരാന്നുള്ള ഒരു ടാലന്റ് അയാൾക്കില്ല. യു കുഡ് സേ ദാറ്റ് ഹി ഡസന്റ് ഹാവ് ദ മാനേജ്മെന്റ് സ്കിൽസ്, ഓർ എന്താ പറയുക, ഒരു ലിവർപൂൾ മാനേജറിന് ആവശ്യമുള്ള ഒരു ഇൻസ്പിറേഷണൽ ഫിഗർ അല്ല പുള്ളി. അപ്പോൾ ഹി ഫൗണ്ട് ഇറ്റ്, പുള്ളിക്ക് ആ ഭയങ്കര വാണ്ടഡ് ആയി. ആ സമയത്ത് പുള്ളിക്ക് എങ്ങനെയാണ് ഇപ്പൊ ഈ ട്രാജഡീനെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയാണ് പ്ലെയേഴ്സിനെ പുറത്തു കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു ടാലന്റോ സ്കില്ലോ, അല്ലെങ്കിൽ ആ ഒരു അതന്നെ അതില്ല. ഈ ടാലന്റും സ്കില്ലും ഒരിക്കലും നമ്മുടെ ഈ ഡേറ്റയിൽ കാണൂല. ഹയറിംഗ് എ മാനേജർ, യു ലുക്കിംഗ് ഫോർ എന്താ പറയാ പ്ലേയിങ് സ്റ്റൈലും ഒക്കെ, മെന്റാലിറ്റിയോ സംതിങ് അങ്ങനെ. യെസ്. അപ്പോ ഞാൻ ആലോചിച്ചത്, സ്ലോട്ടിന് ഒരിക്കലും അവിടുന്ന് ഒരു റിക്കവറി വന്നിട്ടില്ല. ബട്ട് ദെൻ സീസൺ തുടങ്ങിയപ്പോൾ നമ്മൾ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിച്ചു. ഈ ഇസാക്ക് കോൺട്രവേഴ്സി, ഇസാക്കിന്റെ ട്രാൻസ്ഫർ, അതങ്ങനെ പോയി. അവിടുന്ന് ഇഞ്ചുറി ആയി ഇസാക്കിന് മിഡ് സീസൺ. ഇസാക്ക് ഒരിക്കലും സെറ്റിൽ ആയിട്ടില്ല. അത് പ്രഷർ ഓഫ് വേർഡ്സ് ഇൻ ഇസാക്ക് അവിടെ വന്നു. എനിക്ക് തോന്നുന്നു സ്ലോട്ടിന് ഒരിക്കലും ആ ഒരു പൊസിഷൻ, ഒരു നവംബറിലെ ആ ഒരു ഡംപിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു റിവൈവൽ അയാൾക്ക് ഉണ്ടായിട്ടില്ല. ദോ റിസൾട്ട്സ് മാർജിനലി ഇംപ്രൂവ്ഡ്. അതിനൊരു കാരണം എന്ന് പറയുന്നത്, പ്രോബബ്ലി ഈ സീനിയർ പ്ലേയേഴ്സ് എക്സ്പെക്ടഡ് മോർ ഫ്രം ഹിം. അതായത് പുള്ളിയിൽ നിന്ന് ഒരു ലിവർപൂൾ മാനേജർ എന്ന രീതിയിൽ, എസ്പെഷ്യലി ആഫ്റ്റർ വിന്നിംഗ് ദ ലീഗ്. കാരണം സമ്മർ കഴിഞ്ഞുള്ള കോൺട്രാക്ട് നെഗോസിയേഷനിലും സല അടക്കം പ്രൈസ്ഡ് ഹിം എ ലോട്ട്. അതായത് എന്നെ മറ്റേ ഇങ്ങനെ ഹി ഹിയർസ് മോർ എന്നൊക്കെ പറഞ്ഞ് ക്ലോപ്പിനെക്കാട്ടും കംഫർട്ടബിൾ ആണെന്ന് സല പറയാതെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഒരിക്കലും അതിൽ നിന്നൊരു ഒരു റിവൈവൽ ഉണ്ടായിട്ടില്ല പുള്ളിക്ക്. പുള്ളി ലോസ്റ്റ് ഹിസ് വേ. ഈസ് എ വെരി യങ് മാനേജർ. നമ്മളിപ്പം വാൻഡൈക്കിന്റെ കൂടെ കളിച്ച ആളാണ്. അപ്പോ the question here for Liverpool is he has failed this season miserably. അതിലൊരു തരത്തിലുള്ള ഒരു എന്താ പറയാ ആർഗ്യുമെന്റും ഇനിയില്ല. നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ തന്നെ ഞാനാണെങ്കിലും സുദീപ് ആണെങ്കിലും ഓബിനാണെങ്കിലും പല സമയത്ത് ഗണേശൻ ഒഴികെ പലപ്പോഴും സ്ലോട്ട് മേ ബി ഹി ഈസ് എ വിന്നർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ സീസൺ ഹി ഈസ് ഫെയിൽഡ് എന്താ പറയാ ഡ്രാസ്റ്റിക്കലി ഇല്ല. പക്ഷെ ഈസ് ലക്കി ഗായ്. ഈ തവണ ഫെയിൽ ചെയ്തെന്ന് കമ്പയർ ചെയ്യാം. അതിനു മുമ്പത്തെ സീസൺ സ്പെക്ടാക്കുലർ ആയിട്ട് ജയിച്ച പോലെ ഇത്തവണ സ്പെക്ടാക്കുലർ ആയിട്ട് ഫെയിൽ. അതെ, പക്ഷെ പുള്ളിയുടെ ലക്ക് എന്ന് വെച്ചാൽ പുള്ളി ആ ടോപ്പ് 4ന്റെ പോയിന്റ്സ് ഇത്തവണ വളരെയധികം കുറഞ്ഞത് കൊണ്ട് നമുക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടി. ഇപ്പൊ നമ്മളാണ് ഇപ്പൊ FSGയുടെ ബോർഡിലാണ് ഞാനാണ് ഇരിക്കുന്നതെങ്കിൽ ദ ക്വസ്റ്റ്യൻ ഇസ്, എനിക്കിപ്പം തോന്നുന്നത് സ്ലോട്ടിന് മാനേജ് ചെയ്യാൻ അറിയോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമില്ല. ഹി ഈസ് എ വെരി ഗുഡ് മാനേജർ, അതിലെനിക്ക് സംശയമില്ല. പ്രോബബ്ലി ഇഫ് ഹി ഗോസ് സംവെയർ എൽസ് ഹി വിൽ പ്രോബബ്ലി ബി സക്സസ്. പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ട്രാജഡിയും
ഈ ഒരു ക്യാമ്പയിനിലുണ്ടായ ഒരു ടോക്സിസിറ്റി, എസ്പെഷ്യലി ക്ലബ് ലെജൻഡ് ലൈക്ക് സല ഗോയിങ് ആഫ്റ്റർ യു, ഡ്രോപ്പിംഗ് ഹിം, ക്ലബിന് എന്ത് സ്റ്റാൻഡ് എടുക്കണം എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഉള്ളത്. ഈ നമുക്ക് ഇപ്പൊ ഫാൻസ് ആർ ബൂയിങ്, ഇതില് സ്ലോട്ട് എന്തായാലും ഇറങ്ങിപ്പോവില്ല, ബിക്കോസ് ഫിനാൻഷ്യലി ഓൾസോ ഡസന്റ് മേക്ക് സെൻസ്. രണ്ടാമത്തെ എനിക്ക് തോന്നുന്ന ഒരു പോയിന്റ്, അത് എല്ലാ ക്ലബിലെ ഫാൻസിനും ഉണ്ടാവും, അത് ക്ലോപ്പിനെ പോലുള്ള ഒരു ഫിഗർ, ഇപ്പൊ യുണൈറ്റഡിലെ ഫെർഗ്യൂസൺ അല്ലെങ്കിൽ ചെൽസിയിലെ മൊറീനിയോ, ഇനി വീണ്ടും ആ ഒരു ഫിഗർ വരില്ല. അതങ്ങനെ കിട്ടണമെങ്കിൽ കുറേ നാളെടുക്കും, ഒരു ബാക്ക് ടു ബാക്ക്. അങ്ങനെ ഇപ്പം അത്ലറ്റിക്കോയിൽ സിമിയോണി, പ്രോബബ്ലി ഗ്വാർഡിയോള കഴിഞ്ഞിട്ട് ബാർസ took some time. നമ്മൾ ക്ലോപ്പാണ് എക്സ്പെക്ട് ചെയ്തതെങ്കിൽ ആര് വന്നു കഴിഞ്ഞാലും നമ്മൾ ഹാപ്പി ആയിരിക്കില്ല. അതാണ് അതിന്റെ കാര്യം. ഞാൻ അതിലൊന്ന് ചേർക്കാം. ഇപ്പോ ഈ പറഞ്ഞല്ലോ ക്ലോപ്പിന്റെ സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്, പ്ലെയർ മാനേജ്മെന്റ്, അതാണല്ലോ ഇപ്പോ പ്രശ്നമായത്. അതിപ്പോ ഈ നമ്മുടെ ഈ പ്ലേയേഴ്സ്, സീനിയർ പ്ലേയേഴ്സ് പ്രത്യേകിച്ച് ഒരുപാട് വർഷം ക്ലോപ്പിന്റെ ആ ഒരു രീതി, ക്ലോപ്പ് എങ്ങനെ ഓരോ സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യുന്നു, ഓരോ ക്രൈസിസ് വരുമ്പോൾ സ്ലോട്ട് എങ്ങനെ സംസാരിക്കുന്നു, ലിവർപൂൾ സിറ്റിയില് ഒരു ക്രൈസിസ് വരുമ്പോൾ ക്ലോപ്പ് എങ്ങനെ സംസാരിക്കണു, ഒരു വളരെ ഹ്യൂമൻ ടച്ചോടുകൂടി അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് ലിവർപൂൾ മാനേജറായിട്ട് കുറെ കാലമായിട്ട്. അപ്പോ ആ ഒരു ജനറേഷൻ ഓഫ് പ്ലേയേഴ്സ് അത് കണ്ടാണ് പഠിച്ചത്, അത് കണ്ടാണ് അവര് മനസ്സിലാക്കി വരുന്നത്. അപ്പോ അവർക്ക് ഒരിക്കലും ഈ ഫസ്റ്റ് സീസണിൽ ഈ പറഞ്ഞ സ്ലോട്ട് വന്നപ്പോൾ ഉണ്ടായതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്രൈസിസ്, ഒരു പ്രശ്നമേ ഇല്ല. സ്ലോട്ടിനെ എല്ലാം ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റി. ഒന്നും എല്ലാം സംസാരിക്കുമ്പോൾ നമ്മളത് അപ്പോ നമ്മള് ഫാൻസ് അടക്കം ക്ലോപ്പിന്റെ പോലെ സംസാരിക്കണു എന്നുള്ള ഒരു സാധനം വരെ വന്നിരുന്നു. നല്ല രീതിയിൽ നിൽക്കുമ്പോൾ, നന്നായിട്ട് നിൽക്കണ സമയത്ത് അങ്ങനെ ഒരു കമ്പാരിസൺ വരെ വന്നിരുന്നു. ചില സമയത്ത് ചിലർ പറയുന്നതായിരുന്നു, അത് പറയണ്ടായിരുന്നു, ഒരു ക്ലോപ്പ് ആവാൻ ശ്രമിക്കണു, ക്ലോപ്പിന്റെ പോലെ ആവാൻ നോക്കണു എന്നൊക്കെ പറഞ്ഞ് ചിലർ ഗ്രൂപ്പിലൊക്കെ പറയുന്ന അവസ്ഥയുണ്ടായി. ആ രീതിയിൽ വന്നിരുന്നു. പക്ഷെ ക്രൈസിസ്, ഒരു പ്രശ്നം വന്ന് ക്രൈസിസ് പോയിന്റ്സിലേക്ക് എത്തിയപ്പോ ഈ ക്ലോപ്പിന്റെ ആ ഒരു യാതൊരു അടുത്ത് പോലും എത്താത്ത രീതിയിലാണ് ആളുടെ ഒരു സ്റ്റൈല്. അത് ആളെ കുറ്റം പറയല്ല, ക്ലോപ്പ് വേറൊരു ഹ്യൂമൻ ബീയിങ് ആണ്, വേറൊരു സ്റ്റൈലാണ്, ഒരു എന്താ പറയാ, ഒരു ഫിഗറാണ്, ആ ഒരു പേഴ്സണെയാണ്, വേറൊരു പേഴ്സണെയാണ്. അതുപോലെ ആവാൻ സ്ലോട്ടിന് ഒരിക്കലും പറ്റില്ല. സ്ലോട്ടാണ്. സ്ലോട്ടിന്റെ രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും എല്ലാ പ്രശ്നങ്ങളും ഹാൻഡിൽ ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോ ആ രീതിയിലെ പ്ലേയേഴ്സ് ഈ ക്രൈസിസ് വന്നപ്പോ ഹി ഫെയിൽഡ്. അതാണ് അവിടെയാണ് നമുക്ക് ചോദിക്കേണ്ടത്, വെദർ ഹി ഹാസ് ദ മെറ്റൽ ടു ബി എ ലിവർപൂൾ മാനേജർ എന്ന് പറയുന്നത്. ഞാൻ ഒരു ഓബിനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പോയിന്റ് കൂടി പറയാം. റാഫ ബെനീറ്റേസ് കുറച്ച് സ്ലോട്ട് പോലെ ആയിരുന്നു, ടാക്ടിക്കലി അല്ല, മാൻ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ. ഹി വാസ് നെവർ എ ഗ്രേറ്റ് മാൻ മാനേജർ. ഇപ്പൊ ജെറാഡ് കുറെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്, ആർബലോവ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു റിമെമ്പർ മോമോ സിസോക്കോയുടെ കാര്യമാണെങ്കിലും കുറെ പുള്ളി ഭയങ്കര ഹാർഡാണ്, സ്റ്റബേൺ ആണ്. പക്ഷെ റാഫ ബെനീറ്റേസ് സക്സീഡഡ് ആസ് എ ലിവർപൂൾ മാനേജർ. അതായത് ആൻ വില്യംസിന്റെ കേസിലാണെങ്കിലും മറ്റേ നമ്മുടെ ഹിൽസ്ബ്രോന്റെ ഇവന്റ്സിലാണെങ്കിലും ആ മെമ്മോറിയലിലാണെങ്കിലും ദർ ഈസ് എ വീഡിയോ ഓഫ് ആക്ച്വലി റാഫ ബെനിറ്റസ് ക്രൈങ് ഡ്യൂറിങ് ദ മെമ്മോറിയൽ. പ്ലസ് പുള്ളി ആ ജസ്റ്റിസ് ഫോർ 96-97 ചാരിറ്റിക്ക് വേണ്ടി ഒരുപാട് പൈസ ഡൊണേറ്റ് ചെയ്തു. ഹി ബോട്ട് എ ഹൗസ് ഇൻ മെർസിസൈഡ്, ഹി ഈസ് ലിവിങ് ദർ. പുള്ളി ആ നാടിന്റെ ഒരു എന്താ പറയാ, അതുകൊണ്ട് കൂടെയാണ് എവർട്ടൺ മാനേജർ ആയപ്പോഴും പീപ്പിൾ ഡിഡ്ന്റ് ഹാവ് എ പ്രോബ്ലം വിത്ത്, ബിക്കോസ് ഹി വാസ് വൺ എമംഗ് us എന്നുള്ള ഒരു ഫീലിംഗ് അവിടെ ഉണ്ടായിരുന്നു. സ്ലോട്ട് ഒരിക്കലും ഒരു ഞാൻ ഈ ബൂ ചെയ്യുന്ന കേസിലെ റിസൾട്ടിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഒരു ലിവർപൂൾ മാനേജറിന്റെ ഒരു സ്റ്റാച്ചറിലേക്ക് വന്നില്ല ഇതുവരെ. ഒരിക്കലും നമുക്ക് ഒരു ഓഫ് ദ പിച്ച് സ്ലോട്ട് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഓഫ് ദ പിച്ച് ഇപ്പം ബ്രെൻഡൻ റോഡ്ജേഴ്സ് ഓവർ ട്രൈ ചെയ്തു. ബ്രെൻഡൻ റോഡ്ജേഴ്സ് ആൻഫീൽഡ് റാപ്പ് എന്ന പോഡ്കാസ്റ്റിൽ പോയിരുന്ന് സ്പിരിറ്റ് ഓഫ് ഷാങ്ക്ലിന്റെ പോസ് ഒക്കെ കൊടുത്ത് ഭയങ്കര അലമ്പായി. പക്ഷെ സ്ലോട്ടിന് ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരുന്നു. ഇനീഷ്യലി ഇപ്പൊ സുദീപ് പറഞ്ഞ പോലെ ഫസ്റ്റ് സീസണിൽ വി ഓൾ അപ്രീഷിയേറ്റ് ഇറ്റ് ദാറ്റ് ഹി ഈസ് നോട്ട് ട്രൈങ് ടു ബി ക്ലോപ്പ്, വിച്ച് ഇസ് യെസ് ഗ്രേറ്റ്.
പക്ഷെ എവിടെയോ നമ്മുടെ ക്ലബിന് ഫാൻസിനോ പ്ലേയേഴ്സിനോ ആ ഒരു ടച്ച്, ലിവർപൂൾ മാനേജർ ഇസ് എ വെരി വെരി ഡെലിക്കറ്റ് അല്ലെങ്കിൽ ഒരു പൊസിഷനാണ് ആ സിറ്റിയുടെ കാര്യത്തിൽ പോലും. ലൈക്ക് ഹൗ ലുക്ക് അറ്റ് ഡേവിഡ് മോയസ് ഇസ് എവർട്ടൺ. അയാൾ എത്രയോ കാലം തിരിച്ചു വന്നപ്പോഴും ഫാൻസ് ഗെറ്റ് ഇറ്റ്. ഫെർഗ്യൂസൺ അറ്റ് യുണൈറ്റഡ്. അങ്ങനെ ലിവർപൂൾ ഫാൻസിന് ഒരു കണക്ഷൻ ഇയാളായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ആ അതിൽ വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്, സോഷ്യലൈസ് ചെയ്യുന്ന കാര്യങ്ങളില് എനിക്ക് അറിയില്ല സ്ലോട്ട് എത്രത്തോളം സോഷ്യലൈസ് ചെയ്യുന്നുണ്ട് അവിടെ ലിവർപൂൾ സിറ്റിയില് ഉള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് കണ്ടിരുന്നു, ആ ബ്രേക്ക് വരുമ്പോ ആള് നാട്ടിലേക്ക് പോവാണ്, ഫ്ലൈറ്റ് എടുത്ത് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്ട്. അതെ, ഫാമിലി അവിടെയാണ്, ഇവിടെ അല്ല. അപ്പൊ മൊത്തത്തിലൊരു കണക്ഷൻ. സ്ലോട്ട് തന്നെ ലിവർപൂളിലല്ലോ. സ്ലോട്ട് ഇപ്പോഴും നിൽക്കുന്നത് മാഞ്ചസ്റ്ററിന്റെ സൈഡിലേക്കല്ലേ, ഐ മീൻ ക്ലോസർ ടു മാഞ്ചസ്റ്റർ. എല്ലാ ഹോളിഡേയ്സും പുള്ളി ആംസ്റ്റർഡാമിലേക്ക് പോകും. ഫാമിലി കിഡ്സ് ഒക്കെ അവിടെ ഉണ്ട്. ഇപ്പൊ സോഷ്യൽ ഒരു കണക്ട് വരുന്നില്ല സിറ്റി ആയിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവിടുത്തെ ലിവർപൂൾ ഫാൻസിന് ആയാലും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോന്ന് എനിക്ക് സംശയം. കാര്യം നമ്മള് ലിവർപൂളിലല്ല താമസിക്കുന്നത്, എനിക്ക് അറിയില്ല അവിടുത്തെ. പക്ഷെ അങ്ങനെ ഉണ്ടോന്ന് നമുക്കൊരു സംശയം തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴേ. അതൊരു പ്രശ്നമാണോ എന്നുള്ളത് കൂടി സംശയം തോന്നുന്നു. അതാണ് ഇവിടുന്ന് ഓബിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, വാട്ട് വുഡ് യു ഡു ഇഫ് യുവർ FSG? കാരണം ഞാൻ ചാബി അലോൺസോ, ദ മൊമെന്റ് ഹി കംസ്, ഈസ് ഓൾറെഡി എ ലെജൻഡ്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചാബി അലോൺസോ അവിടെ പോയി നിന്നു കൊടുത്താൽ മതി. ദ crowd will sing his name. He has already won the Champions League for the club. Real Madrid player, players already automatically respect ചെയ്യും. Madrid ഉണ്ടായ പ്രോബ്ലം ഇവിടെ ഉണ്ടാവില്ല. Or you stick with slot. So അത് actually depends on what the plan is. I mean, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാനാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്ലോട്ട് will be going, സാബി will be back. അതിന് കുറെ കാരണങ്ങളുണ്ട്. ഒന്ന്, ക്രൈസിസ് മാനേജ്മെന്റ് സ്ലോട്ടിന് പറ്റുന്നില്ല എന്ന് സ്ലോട്ട് ഈ സീസൺ തെളിയിച്ചിട്ടുണ്ട്. ഇതിൽ താഴോട്ട് പോകാനില്ലാത്തത് കൊണ്ട് വാട്ട് എവർ നെക്സ്റ്റ് ഇസ് ഗോയിങ് ടു ബി അപ്പ്, അത് വേണമെങ്കിൽ പറഞ്ഞ് ആശ്വസിക്കാവുന്നതാണ്. പക്ഷെ അത് നിർബന്ധമല്ല. ഫോർ സ്റ്റാച്ചർ ഓഫ് ലിവർപൂൾ ക്ലബ് അത് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. 3 year കോൺട്രാക്റ്റിൽ 2 year കംപ്ലീറ്റ് ആയതാണ്. കോമ്പൻസേഷൻ ആയാലും അധികം ഒന്നും കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രോബബ്ലി 10 million മാക്സ്. സാബിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ സാബി നോസ് ഇൻസൈഡ് ഔട്ട് വാട്ട് ദ ക്ലബ് ഇസ്. അതൊന്ന്. 2, നമ്മളിപ്പോ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു വേർഡ്സിനെയും ഫ്രിംപോമിനെയും വാങ്ങിയിട്ടുണ്ട്. റെഡിമെയ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഹി നോസ് ദ ക്ലബ് എൻറ്റയർലി, ഐ മീൻ ദ പ്ലേയേഴ്സ്. വേർഡ്സിന് സാബി എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാൻ പറ്റും. സാബിക്ക് വേർഡ്സിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാം. ഓൾസോ ഹി നോസ് ദ ലീഗ്, റൈറ്റ്? ഇവിടെ കളിച്ച് വളർന്നതാണ്. സോ ഹി നോസ് ഇത് എന്താ പറയാ, ഈ ഒരു ലീഗ് എങ്ങനെയാണെന്നുള്ളത് അറിയാം. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. 3, ക്രൈസിസ് മാനേജ്മെന്റ് ആയാലും ഒരു ക്രാഷ് കോഴ്സ് റയൽ മാഡ്രിഡിൽ കിട്ടിയതാണ്. അതാണല്ലോ എപ്പിറ്റം ഓഫ് ഈഗോ, റൈറ്റ്? ഇനി അതിന്റെ മേലോട്ടേക്ക് ഒരു പ്ലെയർ പവർ വരാനില്ല. സോ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു 6 months 7 months കോഴ്സ് കഴിഞ്ഞിട്ടാണ് വരുന്നുള്ളത്. ലിവർപൂളിൽ ആ ഒരു പ്ലെയർ പവർ ഉണ്ടാവില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ്, ഐ മീൻ അറ്റ്ലീസ്റ്റ് സോ ഫാർ. അപ്പൊ അത് വെക്കുകയാണെങ്കിൽ ഒരു റെഡിമെയ്ഡ് സൊല്യൂഷൻ ആണ് സാബി അലോൺസോ. പക്ഷേ ഐ മീൻ ദിസ് ഇസ് വൈ ഐ വുഡ് ഹയർ ഹിം. ഇനി FSGന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്കൽ എഡ്വേർഡ്സൺ സൈൻ ചെയ്തിട്ടുണ്ട്, റിച്ചർഡ് ഹ്യൂസും സൈൻ ചെയ്തിട്ടുണ്ട്. സാബി അലോൺസോ ഇഫ് ഹി വാണ്ട്സ് എ സേ, അതായത് ഞാൻ പറയുന്ന പ്ലെയർ ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന ടൈപ്പ് ഓഫ് പ്ലെയേഴ്സ് നിങ്ങൾ വാങ്ങിത്തരണം. മേ ബി നിങ്ങൾ 400 million എന്ന് പറയുന്നു, ഞാനും 400 million എന്ന് പറയുന്നു. പക്ഷെ ഞാൻ പറയുന്ന ടൈപ്പ് ഓഫ് പ്ലെയേഴ്സിന് 400 million വാങ്ങണം. അല്ലാണ്ട് നിങ്ങൾ കൊണ്ടുതരുന്ന 400 million എനിക്ക് മതിയാവൂല എന്ന് പറയുന്നുണ്ടെങ്കിൽ FSG സൈൻ ചെയ്യാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ FSG will have to sack Slot, Hughes and Edwards. എന്നിട്ട് റീബിൽഡ് ചെയ്യണം വിത്ത് സാബി ആൻഡ് whoever സാബി ക്യാൻ വർക്ക് വിത്ത്. അതല്ലാണ്ട് ഈ എഡ്വേർഡ്സ് സാബിനെ കൊണ്ടുവരുന്നു എന്നിട്ട് അവര് തമ്മിൽ രണ്ട് ചേരിയിലാണെന്നുണ്ടെങ്കിൽ ഇത് നടക്കൂല. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്തിന് റിസ്ക് എടുക്കണം? ഈ ഒരു 10 million കൊടുത്തിട്ട് ഇതിനെ ഒഴിവാക്കും വേണം. സാബിനെ സൈൻ ചെയ്തിട്ട് പിന്നെ ഒരു വർഷം കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ സാബിനെ ഒഴിവാക്കാൻ വേറെയും കൊടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ എഡ്വേർഡ്സിനെ ഒഴിവാക്കാൻ അതും കൊടുക്കേണ്ടി വരും. അപ്പം അവിടെയാണ് പോയിന്റ് എനിക്ക് സുദീപിനോട് ചോദിക്കാനുള്ളത്. അതായത് സ്ലോട്ടിന് 10 million ആയിരിക്കും,
എഡ്വേർഡ്സിനും ഹ്യൂസിനും എത്ര? എന്ത്? അവരെ കോൺട്രാക്ട് അപ്പായിട്ടില്ല. അതെ 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 അതെ. അപ്പൊ 3 പേരെയും ഒഴിവാക്കുവാണെങ്കിൽ അതൊരു ചങ്ക് ഓഫ് മണിയായി. അവരുടെ കോൺട്രാക്ട് അതെ. അങ്ങനെ എനിക്കറിയില്ല. മാനേജേഴ്സ് അല്ലാത്ത സ്റ്റാഫിന് എന്തായാലും ഉണ്ടാവും, കോമ്പൻസേഷൻ എന്തായാലും ഉണ്ടാവും. അപ്പോ അതൊരു ഫാക്ടർ. അപ്പോ FSG ഫിനാൻഷ്യലി നോക്കിക്കഴിഞ്ഞാൽ അതാണ് എനിക്ക് സുധീർ ചോദിക്കാനുള്ളത്. അതായത് ഫസ്റ്റ് സീസൺ സ്ലോട്ട് ചാമ്പ്യൻസ് ലീഗ് പ്രീമിയർ ലീഗ് ജയിച്ചു, ചാമ്പ്യൻസ് ലീഗിൽ തോറ്റത് ഇവൻച്വൽ വിന്നേഴ്സ് ആയിട്ട്. സെക്കൻഡ് സീസൺ യൂറോപ്പിലേക്ക് ക്വാളിഫൈ ചെയ്തു, ചാമ്പ്യൻസ് ലീഗിൽ തോറ്റിരിക്കുന്നത് again finalist ആയിട്ട്, which is probably the best team in Europe over the last 2 years. അപ്പോ ആ ഒരു കൺസിഡറേഷൻ, given Jota's death, given the injuries of to Isaac and Ekitike, Alisson, Salah fallout, ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് സ്ലോട്ടിന് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കാൻ ചാൻസേ ഉള്ളൂ. അതാണ് FSGയുടെ ഒരു FSG എക്സ്പേർട്ട് എന്ന് വേണമെങ്കിൽ വിളിച്ചോളൂ. FSGയുടെ രീതി ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോ ബോസ്റ്റൺ റെഡ് സോക്സിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പൊ അവിടുത്തെ അലക്സ് കോറെ അവര് സൈൻ ചെയ്യുമ്പോൾ യങ് മാനേജറാ. അവര് തുടങ്ങുന്ന സമയത്ത് തന്നെ ലീഗ് അടിച്ചു, മീൻസ് ചാമ്പ്യൻസ് ആയി. അതിനുശേഷം ഡിപ്പ് ഉണ്ടായി, ഇടയ്ക്ക് കയറി വരും ഡിപ്പ്, അങ്ങനെയാണ്. പക്ഷെ അവര് അത് നോക്കിയില്ല. സക്സസ് എല്ലാ പ്രീമിയർ ലീഗ് പോലെയല്ല MLB എല്ലാ തവണയും കണ്ടിന്യൂസ് അങ്ങനെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അതിനെ പോലും പറ്റുന്നില്ല അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട്. ഡോഡ്ജേഴ്സിന് പറ്റി, പക്ഷെ അങ്ങനെ പറ്റില്ല. യാങ്കീസ് ഒക്കെ ഇപ്പൊ ജയിച്ചിട്ട് കുറെ കാലം. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കമ്പാരിസൺ ഇവിടെ പറ്റില്ല. ഇവിടെ ജയിച്ചില്ല എന്നുള്ളത് ഒരു കാരണം അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ എന്താന്ന് വെച്ചാൽ ഇവരെന്താണ് ചെയ്തതെന്ന്, ഇയാളെ കണ്ടിന്യൂ ചെയ്തത്, അലക്സ് കൊറേ കണ്ടിന്യൂ ചെയ്തത്, ആളുടെ രീതി, FSGയുടെ മോഡൽ, ആ ടീം കൊണ്ടു നടക്കുന്ന ബോസ്റ്റൺ റെഡ് സോക്സ് കൊണ്ടു നടക്കുന്ന മോഡലിനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നടക്കുന്ന ആള് എന്നുള്ള രീതിയിലാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് പ്ലേയേഴ്സിനെ സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്, പുതിയ യങ് പ്ലേയേഴ്സിനെ കൊണ്ടുവരുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഈ സീസണിൽ എന്താണെന്ന് വെച്ചാൽ ഒരു തുടക്കം തന്നെ ഭയങ്കര ഡിപ്പായി, വളരെ പെർഫോമൻസ് വളരെ താഴെ പോയുള്ള സമയത്ത് സാക്ക് ചെയ്തത്, മാനേജർ സാക്ക് ചെയ്തു, അലക്സ് കൊറ എന്ന് പറഞ്ഞ മാനേജർ സാക്ക് ചെയ്തത് പെർഫോമൻസ് മോശമായതുകൊണ്ട് മാത്രമല്ല. അതാണ് അവിടുത്തെ പോയിന്റ്. ഇപ്പോ സ്ലോട്ട് ആയിട്ടുള്ള കമ്പാരിസൺ അവിടെയാണ് പറഞ്ഞത്. ഇപ്പോ അലക്സ് കൊറയുടെ അടുത്ത് 5 സ്റ്റാഫ് ഉണ്ട്, കോച്ചിങ് സ്റ്റാഫ്. അലക്സ് കൊറ അവർക്ക് മോഡലിന് ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. അലക്സ് കൊറയുടെ അടുത്ത് പറഞ്ഞു 5 സ്റ്റാഫ് ഉണ്ട് കോച്ചിങ് സ്റ്റാഫ്, അവരെ മാറ്റണം. 4 സ്റ്റാഫ് പറ്റിയാണ്, അവരെ മാറ്റി വേറെ ഞങ്ങള് ആൾക്കാരെ പറയും. അത് സ്പോർട്ടിംഗ് ഡയറക്ടറെ പറഞ്ഞു, അവരെ വെക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവര് സാക്ക് ചെയ്യുകയാണെങ്കിൽ, അവരെ മാറ്റുകയാണെങ്കിൽ ഞാനും മാറും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഒരു മാനേജർ പവർ അവിടെ ഡെവലപ്പായി എന്നുള്ളൊരു അവിടെ വന്നു, മാനേജർ പവർ. അപ്പൊ അത് കണ്ടപ്പോ അവര് ഒറ്റയടിക്ക് ആ 4 കോച്ചിങ് സ്റ്റാഫിനെ മാത്രമല്ല അലക്സ് കോറയും സാക്ക് ചെയ്തു. അതാണ് അവിടെ സാക്ക് ചെയ്യാനുള്ള കാരണം ഉണ്ടായത്, അല്ലാതെ ഈ പെർഫോമൻസ് ഡിപ്പായിട്ടല്ല. എന്നിട്ട് അവരെന്താ ചെയ്തത്, അവര് ആ ബേസ്ബോളിലെ ടോപ്പ് മാനേജറെ നോക്കി പോവല്ല ചെയ്തത്. അവരെന്താ ചെയ്തത്, അവര് തൊട്ട് താഴെയുള്ള ഡിവിഷൻ ഉണ്ട്, വോർച്ചെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ഡിവിഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അവിടുത്തെ മാനേജറെ പിടിച്ചിപ്പോ റെഡ് സോക്സിന്റെ ഇന്ററിംഗ് മാനേജർ എന്ന് പറഞ്ഞ ആക്കിയാണ്. ഇപ്പോ ഡിസ്കഷൻസും ഇതൊക്കെ കാണുമ്പോൾ ആള് പെർമനന്റ് ആവും എന്നുള്ളതാണ്. ഇതാണ് FSGയുടെ ഒരു രീതി, മോഡസ് ഓപ്പറൻഡി. അവരുടെ ഈ മെട്രിക്സ്, അവരുടെ രീതികളായിട്ട് വർക്ക് ചെയ്യുന്ന മാനേജർ ആരാണോ അവരെ വെക്കും. കാരണം അവരുടെ ഡാറ്റ ഓറിയന്റഡ് ആണ്, പ്ലേയേഴ്സ് സൈനിങ്സ് ആയാലും ഇതെല്ലാം. അപ്പൊ അത് ആയിട്ട് ഇവര് FSGയുടെ മോഡലിന് വർക്ക് ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാർ ഇവർ സെലക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ വളരെ സമയമെടുത്ത് വളരെ അവർ അനലൈസ് ചെയ്ത് സ്ലോട്ടിന്റെ രീതികള്, ടാക്ടിക്സ്, എല്ലാ പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങള്, ഈ മെട്രിക്സ് എല്ലാം അവർ നോക്കിയിട്ടാണ് ആ മോഡലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളാണെന്ന് കണ്ടിട്ടാണ് ഹയർ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് സീസണിൽ ലീഗ് അടിക്കുകയും ചെയ്തു. അപ്പൊ ഒരു സീസണിൽ ഡിപ്പ് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ആ ഡിപ്പിന് കുറെ കോണ്ടെക്സ്റ്റുകൾ ഉണ്ട്. ഇപ്പൊ യോട്ടയുടെ പ്രശ്നങ്ങള്, ട്രാൻസ്ഫറിന്റെ പ്രശ്നങ്ങൾ, ഇഞ്ചുറീസിന്റെ പ്രശ്നങ്ങള്, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോ അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിന്റെ ബേസിൽ ഒരു ഡിപ്പ് എന്നുള്ളത് കൊണ്ട് മാത്രം സാക്ക് ചെയ്യാനുള്ള ചാൻസ് ഇല്ല.
അങ്ങ് കണ്ടിന്യൂ ചെയ്യാനേ സാധ്യതയുള്ളൂ. കാരണം അവർ ട്രസ്റ്റ് ചെയ്യും, അവരുടെ മോഡലിന് പറ്റിയ ആളാണ് അത്. പിന്നെ നെക്സ്റ്റ് ഇനി ഒരു രക്ഷയില്ല എന്ന് കാണുകയാണെങ്കിൽ അവര് സാക്ക് ചെയ്യുക, അതിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ അവരുടെ മോഡലിനോട് നിൽക്കുന്ന ആളെ അവർ കൊണ്ടുവരുള്ളൂ മാനേജറെ. ഇപ്പൊ സ്ലോട്ട് പെർഫെക്റ്റ് ആണ്, അവർക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അടുത്ത സീസണിൽ ഞാൻ പറഞ്ഞ അടുത്ത സീസണിൽ പകുതി ആവുമ്പോഴും പ്രശ്നമാണെന്ന് തോന്നി അവർ ഓൾറെഡി അടുത്ത ആൾക്കാരെ കണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ആ മോഡലിനോട് വർക്ക് ആവുന്ന അവർ അവൈലബിൾ ആവുന്നവരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്തൊന്നും വരും. അങ്ങനെയാണ് അപ്പൊ കാരണം നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത് കുറെ സമയം എടുത്തായാലും അത്. ഞാൻ പറയുന്നത് സ്ലോട്ട് കണ്ടിന്യൂ ചെയ്ത് FSCയുടെ മെത്തേഡ് രീതികൾ അങ്ങനെയാണ്. അപ്പൊ ഫാൻസ് എതിരെ തിരിഞ്ഞാലൊന്നും റെഡ് സോക്സിൽ അവിടെ ഫാൻസ് എന്തൊക്കെ തരം പ്രൊട്ടസ്റ്റുകൾ കാണിച്ചിട്ട് അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. നമുക്ക് വേണ്ടിയിട്ടാണ് അവരെ ക്ലബിനെ സൈഡ് ലൈൻ ചെയ്തതാണ് അവർ പറയുന്നത്. അതാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പൊ ഞാൻ FST എക്സ്പേർട്ട് എന്ന് വേണമെങ്കിൽ വിളിച്ചു, എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ് സ്ലോട്ട് കണ്ടിന്യൂ ചെയ്യും, അതിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഈ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇതില്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ മാനേജർ പവർ വന്നത് കൊണ്ടാണ് മാനേജറെ സാക്ക് ചെയ്തതെങ്കിൽ സ്ലോട്ട് കണ്ടിന്യൂ ചെയ്താലും സ്ലോട്ട് കണ്ടിന്യൂ ചെയ്ത സ്ലോട്ട് ഉണ്ടാവും വിചാരിക്കുക. സ്ലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും അടുത്ത മാനേജർ എന്ന് പറയുന്നത് എ പേഴ്സൺ ഹു ഹാസ് നോ അൾട്ടിമേറ്റ് പവർ ആയിരിക്കൂലേ? ആയിരിക്കും. ഞാൻ പറയുകയാണെങ്കിൽ ഈവൻ ഏറ്റവും ചാൻസ് ഞാൻ ഇപ്പോഴും പറയണം പെപ്റ്റിൻ ലിൻഡേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ഞാൻ പറയണേ കാര്യം എന്താ, നേർഡാണ്, ഒരു നേർഡ് ആൾക്ക് മാനേജർ പവറിലേക്ക് പോവില്ല, അങ്ങനെയുള്ള പൊളിറ്റിക്സ് ഇല്ല. ആള് കോച്ചിങ് പുള്ളിക്ക് നമ്പേഴ്സ് ഇല്ല, പുള്ളി ഫെയിലിയർ ആണ് മാനേജറായിട്ട്, അതുകൊണ്ട് ചാൻസ് ഇല്ല. അല്ല, അത് അവര് മെട്രിക്സ് നോക്കണത് മറ്റേ റിസൾട്ട് ഓറിയന്റഡ് ഒന്നും ആവില്ല, മറ്റു ഡാറ്റയാണ് അവർ യൂസ് ചെയ്യുക. അപ്പൊ കളികൾ തോറ്റു എന്നുള്ളത് കൊണ്ട് അതൊരു പ്രശ്നമല്ല. എങ്ങനെയാണ് ഇപ്പോ പ്ലേയേഴ്സിനെ ഇപ്പോ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ മറ്റു കാര്യങ്ങൾ നോക്കാൻ അവിടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഉണ്ടല്ലോ, ആൾക്ക് കോച്ചിങ്ങിന്റെ കാര്യങ്ങളും അതിനാണോ. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം FSTയുടെ ഇപ്പൊ സുദീപ് പറഞ്ഞ വെച്ചിട്ട് FSTയുടെ മോഡൽ വെച്ചിട്ട് ചാബി അലോൺസോനെ ഒരിക്കലും അവർ ചൈൻ ചെയ്യില്ല. കാരണം ഹി ഹാസ് ഇമ്മെൻസ് സ്റ്റാച്ചർ ആൻഡ് ഇമ്മെൻസ് പവർ വിത്ത് ദ ഫാൻസ്. അപ്പൊ അത്രയും പവർ ഇപ്പൊ ഒരു കാര്യം നമുക്ക് നോക്കിയാൽ അറിയാം, എത്രത്തോളം ക്ലോപ്പിനെ ഗ്രേറ്റ് എന്ന് പറഞ്ഞാലും ദ മൊമെന്റ് ക്ലോപ്പ് അനൗൺസ് ദാറ്റ് ഈസ് ഗോയിങ്, അവർ പഴയ ആൾക്കാരെ കൊണ്ടുവന്നു. They were not big fans of ഒരു ലിവർപൂൾ മാനേജർ ബീയിങ് ലാർജർ ദാൻ ലൈഫ്, കൺട്രോളിംഗ് ഡിസിഷൻ. ഒരു 6 monthsലേക്ക് ഷ്മാർക്കിനെ കൊണ്ടുവന്നിട്ട് the moment Klopp announced, എഡ്വേർഡ്സ് ആൻഡ് ഹ്യൂസ് തിരിച്ചു വന്നു, ഹ്യൂസ് വന്നു. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് സ്ലോട്ട് വിൽ സർവൈവ് ദിസ് സമ്മർ. ആൻഡ് ഒരുപാട് ജേർണലിസ്റ്റ് പറയുന്ന പോലെ, ടു ബി ഫെയർ ടു സ്ലോട്ട്, ഐ തിങ്ക് he deserves another shot, but at the same time next time he needs to have എന്താ പറയാ, ഒരു ബ്ലിസ്റ്ററിംഗ് സ്റ്റാർട്ട് വേണ്ടി വരും. അതായത് ഇനിയിപ്പം ഈ സീസണിൽ ഉണ്ടായ പോലെ ഒരു തട്ടിമുട്ടി പോയാൽ ശരിയാവില്ല. ഒരു കോൺഫിഡൻസ് ക്രൗഡിന് ഫീൽ ചെയ്യണം. ആൻഡ് എന്റെ ഒരു കണക്ക് പ്രകാരം, ബേസ്ഡ് ഓൺ വാട്ട് ദ ഫിനാൻഷ്യൽസ് ഹാവ് സീൻ, ലിവർപൂൾ ഹാവ് അറൌണ്ട് 400 million to spend, including sales. അതായത് സല, കർട്ടിസ്, ഐ എം എക്സ്പെക്ടിങ് സല, കർട്ടിസ്, പ്രോബബ്ലി ആലിസൺ, ഇവരൊക്കെ പോയി ഒരു 400 million നമ്മുടെ അടുത്ത് ഉണ്ടാവും. So Chiesa is also going. Chiesa is on huge wages, by the way. He's 150-160 എന്തുകൊണ്ട് Chiesa'ക്ക്. So അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പൈസ ഉണ്ടാവും. സോ മോസ്റ്റ്ലി 2 വിങ്ങേഴ്സും കുറച്ച് മിഡ്ഫീൽഡേഴ്സും ഒക്കെ സൈൻ ചെയ്തിട്ട് സ്ലോട്ട് വിൽ ഗെറ്റ് 1 more shot. പിന്നെ സുദീപ് പറഞ്ഞ പോലെ ദേ മസ്റ്റ് ഹാവ് എ ഷോർട്ട് ലിസ്റ്റ്. അതായത് ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ ഇന്റർനാഷണൽ ബ്രേക്ക് വരുമ്പോഴേക്കും ചിലപ്പം ഇഫ് ദ റിസൾട്ട്സ് ആർ നോട്ട് ആൻഡ് പെർഫോമൻസ്, അതായത് ഒരു റിവൈവലിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രോബബ്ലി we could see Brendan Rodgers പോയ പോലെ mid of the season, which is more or less like. Anything to add to this discussion? അല്ലെങ്കിൽ we can talk about other games this week. വെസ്റ്റ് ഹാം വേഴ്സസ് ആർസണൽ. ഞാൻ എനിക്ക് ചെറിയൊരു സ്ഥലം തെറ്റിപ്പോയിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞു, ഒരു മെഗാ റെഫറിംഗ് ഡിസിഷൻ വരും, അത് ആർസണലിനെതിരെ പറഞ്ഞത്. പക്ഷെ
അത് ആർസണലിൽ പ്രോ ആയിട്ട് അത് വന്നു. വെരി 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 ടൈറ്റ് കോൾ. ബട്ട് ഇഫ് ആ കോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇഫ് ഇറ്റ് ഹാപ്പൻ ടു മൈ ക്ലബ് ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ഇറ്റ്സ് എ ഫൗൾ. ആലിസൺ ആണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അത് ഫൗൾ ആണെന്ന്, അതിൽ ഒരു സംശയമില്ല. ഇല്ല, ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ ആ ഒരു ഇൻസ്റ്റൻസ് മാത്രം നോക്കുകയാണെങ്കിൽ അത് ഫൗൾ ആണ്. ഗോൾ കീപ്പറെ കൈയിന്റെ മേലെ വേറൊരാൾ കൈ വെച്ചാൽ അത് ഫൗൾ ആണ്. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അല്ലെങ്കിലും കൈ ഇല്ലായിരുന്നുവെങ്കിലും ഐ ഡോണ്ട് തിങ്ക് റയ സേവ് ചെയ്യുമായിരുന്നു എന്നല്ല. കാരണം റയക്ക് ചാടാൻ പറ്റിയിട്ടില്ല. ആ താഴത്തെ ക്രൗഡ് കാരണം എന്താ പറയാ ജമ്പിനുള്ള സ്റ്റാൻസ് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ആ കൈ ഉള്ളത് കൊണ്ട് ഹി ക്യാൻ സേ ദാറ്റ് അതുകൊണ്ടാണ് എനിക്ക് പിടിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞിട്ട് ദാറ്റ്സ് വൈ ഇറ്റ് ഇസ്. പക്ഷേ ഇതിലൊരു പ്രശ്നം വെച്ചാൽ കൺസിസ്റ്റൻസി ഇല്ലായ്മയാണ്. ആർസണലിന്റെ പല ഗോളുകളും ഇങ്ങനെയാ വന്നത്. ഗോൾ കീപ്പറിനെ പിടിച്ചായാലും ഡിഫൻഡറെ കഴുത്തിൽ കൈയിട്ടിട്ടായാലും ഈവൻ ഡെക്ലൻ റൈസിന്റെ കയ്യിൽ തട്ടിയിട്ട് ഏതൊരു ഗോൾ വരെ ഉണ്ട് ചെൽസിന്റെ എതിരായിരുന്നു എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ. സോ അന്നേരം ഒന്നും കൊടുക്കാത്തത് ഇപ്പൊ കൊടുക്കാനുള്ള കാരണം ഇത് കൊടുത്തില്ല. ഇത് ഗോൾ എങ്ങാനും കൊടുത്തിട്ട് ഈ കാരണം കൊണ്ട് ആർസണല് പോയിന്റ്സ് ലീഗ് ഡ്രോപ്പ് ചെയ്താൽ അത് വലിയൊരു കോൺട്രവേഴ്സി ആവും എന്നുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ കൊടുക്കാം എന്ന് തീരുമാനിച്ചതാണ്. അത് പറയാനുള്ള കാരണം അഗൈൻ ഫോർ ദിസ് പെർട്ടിക്കുലർ ഗെയിം എലോൺ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ്. പക്ഷെ ദ വേ ദ സ്റ്റാൻഡേർഡ് ദേ ഹാവ് ക്രിയേറ്റഡ്, ഈ ക്ലിയർ ആൻഡ് ഒബ്വിയസ് എറർ എന്ന് പറയുമ്പോൾ ഒറ്റ ഇൻസിഡന്റ് അല്ലല്ലോ. ആ തൊട്ട് മുന്നേ സെറ്റ് ചെയ്ത് എത്രത്തോളം ഇതാണ് ഫൗള് അല്ലെങ്കിൽ ഇതാണ് ബാർ ഓഫ് ക്ലിയർ ആൻഡ് ഒബ്വിയസ് എറർ എന്ന് ആ സെറ്റ് ചെയ്ത ബാർ പ്രകാരം ഈ സീസണില് അതല്ല. ഒരു ക്വസ്റ്റ്യൻ സുദീപിനോട്, അതായത് വാർ ടെക്നിക്കലി ഇറ്റ്സ് ഗുഡ് ഫോർ ദ ഗെയിം ഓൺ പേപ്പർ, കമ്മ്യൂണിസം പോലെ പേപ്പറിൽ ഇടില്ല. പക്ഷെ ഏത് ഗോളും ഇനിയിപ്പോ പറയാലോ ഇലക്ഷൻ കഴിഞ്ഞില്ലേ, ഏത് ഗോളും എങ്ങനെ വേണമെങ്കിലും വാറിന് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ലോങ് റേഞ്ചർ അല്ലാത്ത ഇങ്ങനത്തെ ഗോൾ അതെ ഏത് ഗോളും വാറിന് ഇല്ലാണ്ടാക്കാനോ, ഞാനിത് ആർസണൽ അഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്നല്ല, ബട്ട് ഞാനിത് പറയുന്നത് അക്രോസ് ദ ബോർഡ്. അതെ, പ്രത്യേകിച്ച് പ്രീമിയർ ലീഗില് അപ്പാർട്ട് ഫ്രം ഓഫ് സൈഡ് അത് ഓട്ടോമേറ്റഡ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് പിക്ക് ചെയ്തിട്ട് ഹാൻഡ് ബോൾ നോക്കി എങ്ങനെ വേണമെങ്കിൽ ഗോൾ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലേ, അല്ലെങ്കിൽ ഗോൾ ആക്കാൻ പറ്റില്ലേ ഞാൻ ചോദിക്കുന്നു. ചെയ്യാൻ പറ്റും. കാരണം ഇതെല്ലാം ഹ്യൂമൻ ഇന്റർപ്രിട്ടേഷൻ ആണ്, ഇന്റർപ്രറ്റ് ചെയ്യാണ്. അത് അവരുടെ രീതിയിൽ അവർ ഇന്റർപ്രറ്റ് ചെയ്യും. മൈക്രോസ്കോപ്പിക് ഇന്റർപ്രിട്ടേഷൻ ആണ്. അതായത് ഫീൽഡിൽ കണ്ട് കൊടുക്കുന്നല്ല. വേറൊരു പോയിന്റ് കൂടി ആഡ് ചെയ്ത് ഞാൻ പറയാം. അതായത് ഏത് മാച്ചിൽ വേണമെങ്കിലും ഏത് കോർണറിലും വാറിന് കളി നിർത്തിയിട്ട് പെനാൽറ്റി കൊടുക്കാൻ പറ്റും. ചെയ്യാൻ പറ്റും. അപ്പോ അങ്ങനെ ചെയ്തു തുടങ്ങണം. ആക്ച്വലി അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ കുറെ വ്യത്യാസം വരും. കാരണം ഈ പറഞ്ഞ നമ്മള് ഇപ്പൊ പ്രീമിയർ ലീഗില് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന, മറ്റു ലീഗില് മെയിൻ ലീഗുകളൊന്നും കാണാറില്ല. ഈ ക്രൗഡ് ചെയ്ത് ഗോൾ കീപ്പറെ തടുത്ത് നിർത്തുക അങ്ങനെയുള്ള ടാക്ടിക്സ് ആർസണലും തുടങ്ങി, വേറെ ക്ലബിലും തുടങ്ങിയിരുന്നു. അതെല്ലാവരും ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ അത് തുടക്കത്തിൽ തന്നെ അതിന് കൃത്യമായിട്ട് നടപടി എടുത്തു തുടങ്ങിയ ആ പ്രശ്നം അവിടെ തീരും. അപ്പൊ ഈ പറഞ്ഞ ഈ ഇന്ന് ഉണ്ടായ പോലെ പ്രശ്നങ്ങൾ, ഇന്ന് മീൻസ് കഴിഞ്ഞ കളിയിൽ ഉണ്ടായ പോലെ പ്രശ്നങ്ങൾക്കൊന്നും അങ്ങനെ പോയില്ലായിരുന്നു. കാരണം നേരത്തെ തന്നെ അത് ക്ലിയർ ഫൗളാണ്, ഒബ്വിയസ് ക്ലിയർ ആയിട്ട് ഫൗളാണ്. അത് തുടക്കം തന്നെ ചെയ്തു തുടങ്ങിയ അത് ഫൗൾ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരും. ഇത് ആ കാര്യം ഫൗളിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോ ചില കാര്യങ്ങൾ അവർ മാറ്റം വരുത്തി. ഇപ്പോ കാർഡ് കൊടുക്കാൻ വേണ്ടി പ്ലേയേഴ്സ് ഒപ്പോണൻസിന് കാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആദ്യം കാർഡ് കൊടുത്തിരുന്നു, പിന്നെ അത് മാറ്റം വരുത്തി. അങ്ങനെ ഇപ്പൊ ഇല്ല, അതാ പറഞ്ഞ ആദ്യം ഉണ്ടായിരുന്നു, അത് മാറ്റം വരുത്തി. ഇപ്പൊ അതങ്ങനെ കൊടുക്കണം കാണാറില്ല. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങള് അവർ തന്നെ ഇന്റർപ്രിറ്റേഷൻ മാത്രമല്ല, അതിന്റെ സമയം ചില സമയത്ത് അത് ചെയ്യും, അത് കഴിഞ്ഞാൽ അത് മാറ്റി വേണം. അതൊരു ഇവരുടെ നിയമത്തിൽ തന്നെ ചിലപ്പോൾ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. സീസൺ തുടങ്ങുമ്പോ ഒന്ന്, അത് കഴിയുമ്പോ വേറെ ഒന്ന്, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ എങ്ങനെ ഇതിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ പറ്റുന്നത് നോക്കാം. പിന്നെ വേറെ ഗോൾ കൊടുത്ത ശേഷം അത് പിന്നെ റിവ്യൂ ചെയ്ത്
മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് അത് വേണോ വേണ്ടോ നോക്കുന്നത് ആന്റി ഫുട്ബോൾ ഫോർ മീ. അതെ, ഗെയിമിലേക്ക് തിരിച്ചു വരാം. അതിനൊരു ഓപ്ഷൻ അല്ല, അതങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഇതെന്തായാലും മാച്ച് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും, എങ്ങനെയായാലും ചെറിയ എറേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ ടെന്നീസ് നമ്മൾ കാണാറുണ്ട്, ടെന്നീസിൽ അങ്ങനെ എറർ ഉണ്ടാവും, ചലഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ കാണാം, ഇത്ര ചലഞ്ചസ് ഉണ്ടാവുള്ളൂ. ക്രിക്കറ്റിൽ അതുപോലെ ഇത്ര ചലഞ്ചസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞപ്പോ ബേസ്ബോളിലും തുടങ്ങിയിട്ടുണ്ട് ചലഞ്ച് ചെയ്യുന്നതിന്റെ, അത് ഇത്ര ചലഞ്ചസ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടുപേരും അഗ്രി ചെയ്യണം. രണ്ടുപേർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് ഫുട്ബോൾ ഒരു സ്പിരിറ്റില്, കളിയുടെ ഒരു സ്പിരിറ്റിൽ അത് എടുത്തുന്ന ഒരു രീതിയിലേക്ക് പോകണം. അതല്ലാതെ എല്ലാ കാര്യത്തിനും ഇങ്ങനെ മറ്റേ VAR കയറി ഇടപെട്ട് അങ്ങനെ അതിന്റെ കാര്യമില്ല. അപ്പൊ ഇവരെ ചൂസ് ചെയ്യും, മാനേജേഴ്സ് അല്ലെങ്കിൽ പ്ലേയേഴ്സ്, ക്യാപ്റ്റൻസ് ചൂസ് ചെയ്യും ഏതാണ് കറക്റ്റ് ക്രിട്ടിക്കൽ സാധനം ചെയ്യേണ്ടത്. അത് അവര് അപ്പീൽ ചെയ്യാം, അവർക്ക് ചലഞ്ച് ചെയ്യാം. പറഞ്ഞോ ഓവിനെന്താ പറഞ്ഞോ? സോ ഈ ഗെയിമിലേക്ക്, വെസ്റ്റ് ഹാം ഗെയിമിലേക്ക് തിരിച്ചു വരാം. അതിന് മുന്നേ ഈ റെഫറിയിൽ കൺസിസ്റ്റൻസി ഡിസിഷനിൽ വേണ്ടിയിട്ട് ഫുൾഹാം വേഴ്സസ് ബോൺമൗത്ത്, ഫുൾഹാം അല്ലെ 2 റെഡ് കാർഡ് കിട്ടിയ കളി, ഫുൾഹാം വേഴ്സസ് ബോൺമൗത്ത്. അതില് ആദ്യത്തെ റെഡ് കാർഡ് ഫൗള് കൊടുത്തു, യെല്ലോ കാർഡ് കൊടുത്തു. VAR പോയിട്ട് പറഞ്ഞു ചെക്ക് ചെയ്തപ്പം റെഡ് കാർഡ് കൊടുത്ത്. രണ്ടാമത്തെ ഫൗള് സെയിം സാധനം. എനിക്ക് തോന്നുന്നില്ല റെഫറി അതാണ് ആദ്യത്തെ ഇൻസിഡന്റ് എങ്കിൽ ചിലപ്പോൾ കൊടുക്കൂലായിരുന്നു. പക്ഷെ മുന്നത്തത് റെഡ് കാർഡ് കൊടുത്തത് കൊണ്ട്, സിമിലർ ഫൗൾ ആയത് കൊണ്ട് എനിക്കിത് കൊടുത്തേ പറ്റൂ. ഇനി അവിടെയാണ് രണ്ടാമത് പോയിട്ട് വാരം പറയണ്ടോ, ഇതൊക്കെ നേരത്തെ റെഡ് കൊടുത്തിട്ടുണ്ട്, എക്സാക്ട് സെയിം അല്ലെങ്കിൽ വെരി സിമിലർ സിറ്റുവേഷൻ ആണ് രണ്ടാമത് കൊടുക്കുന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറെ ടാക്കൾ നമ്മൾ ഈ സീസണിൽ കണ്ടിട്ടുണ്ട്. ആർസണലിന്റെ ടൈറ്റിൽ ചാലഞ്ച് എഗ്രി. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ക്ലബ്ബാണ് ടൈറ്റിൽ റേസിൽ ഡെഫിനറ്റ്ലി ഫോട്ട് ഫോർ ഇറ്റ്, നത്തിങ് റോങ് വിത്ത് ആർസണലിന്റെ തെറ്റല്ല. പക്ഷെ ഇവിടെ വെസ്റ്റ് ഹാം എന്നൊരു ക്ലബ് ഉണ്ട് ഹൂസ് ഫൈറ്റിംഗ് ഫോർ സർവൈവൽ. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ആ ക്ലബിലെ ഫാൻസിനും അതിനും. അവിടെയാണ് ഈ കൺസിസ്റ്റൻസി ഇല്ലായ്മയുടെ പ്രശ്നം വരുന്നത്. ദാറ്റ് സംവെയർ സിറ്റിംഗ് സംവെയർ ഫാർ ക്യാൻ ഡിസൈഡ് ദ ഔട്ട്കം ഓഫ് എ ലീഗ് ഓർ ദ ഫ്യൂച്ചർ ഓഫ് എ ക്ലബ് എന്ന്. ഓൺ ഫീൽഡിൽ റെഫറി ആണെങ്കിൽ കൊടുത്തില്ല, പ്രശ്നമില്ല ഇവിടെ. കാരണം അയാൾ അവിടെ ഉണ്ട്, പീപ്പിൾ ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. ഇറ്റ്സ് എ വെരി big decision, but other than that, Arsenal played well, West Ham played well. It was a good game to watch. Played really well, actually. City easy victory, അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. We'll talk about നമ്മുടെ relegation battle, Spurs Leeds. What a game. Yeah, that was കണ്ടിരുന്നോ? ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല, ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ ലോങ് ഒരു ഇത് കണ്ടിരുന്നു. ഒരു രക്ഷയില്ലാത്ത കളി. അതായത് ബോത്ത് സ്പേഴ്സ് ആൻഡ് ലീഡ്സ് രണ്ട് ടീമും ജയിക്കായിരുന്നു. ഒരു പിങ് പോങ്, ഞാൻ കണ്ടിടത്തോളം ഒരു പിങ് പോങ് ഗെയിം ആയിരുന്നു. പിന്നെ അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയി. നല്ല ഓപ്പൺ ഗെയിം ആയിരുന്നു. ശരിയായി, ഡിസർബി വന്ന ശേഷം സ്പേഴ്സിന്റെ കളി ഇംപ്രൂവ് ആയി, ഒരു ബിലീഫ് വന്നാണ് അവർക്ക്. ഒരു അറ്റാക്കിംഗ് ഇന്റന്റ് ഉണ്ട്. യു പ്ലേ, റിസ്ക് എടുത്തോ എന്തെങ്കിലും കിട്ടും. അല്ല, ഒരു പാറ്റേൺ ഉണ്ട്. There is a pattern of play. എനിക്കൊന്ന് ഇഗോർ ട്യൂഡോറിന്റെ അപ്പോയിന്റ്മെന്റ് ആയിരുന്നു ഏറ്റവും വലിയ മിസ്റ്റേക്ക് അവർ ചെയ്തത്. ഷുഡ് ഹാവ് ഗോൺ ഫോർ എ ബെറ്റർ പ്രൂവൻ മാനേജർ. അഗെയിൻ സ്പേഴ്സിന് 2 പോയിന്റ് ലീഡ് ഉണ്ട് ഇത്തവണ. ഇനിയിപ്പം നെക്സ്റ്റ് ഗെയിം വെസ്റ്റ് ഹാം ഹാസ് ടു വിൻ 1 ഗെയിം. അതിനകത്ത് സംശയം. 2 കളിയിൽ വെസ്റ്റ് ഹാമിന് 1 കളി ജയിച്ചേ പറ്റൂ. ആൻഡ് എന്താ പറയാ, മോർ ഓർ ലെസ് ഇറ്റ് ലുക്സ് ലൈക്ക് വെസ്റ്റ് ഹാം ആയിരിക്കും ചാമ്പ്യൻഷിപ്പിലായിരിക്കും. മിൽവാള് പുറത്തായി ഇന്നലെ. മിൽവാള് അതിനെ കുറിച്ച് പറയാം, മീൻസ് ഞാൻ സംസാരിക്കാം. ഈ വെസ്റ്റ് ഹാമിന്റെ കാര്യം എന്തായാലും തീർന്നു. ഇനി വെസ്റ്റ് ഹാമിന്റെ പല പ്ലേയേഴ്സും പ്രീമിയർ ലീഗിൽ തന്നെ നിൽക്കുന്ന ഇതിലേക്ക് ട്രാൻസ്ഫേഴ്സ്, റൂമേഴ്സ് ഒക്കെ വന്നു തുടങ്ങും പതുക്കെ. നമ്മളെ ഇപ്പൊ തന്നെ ബോവന്റെ റൂമർ, അതെ, ബോവൻ ടു ലിവർപൂൾ റൂമേഴ്സ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്യൂസ് ഫെർണാണ്ടസ് ഓഫ് കോഴ്സ് എന്തായാലും ലീഗിൽ നിൽക്കും. ഡിയോഫും ഇതുപോലെ ലീഗിൽ നിൽക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ആണ്. അങ്ങനെ പല പ്ലേയേഴ്സ് ഉണ്ട്, നല്ല പ്ലേയേഴ്സ് ഉണ്ട് വെസ്റ്റ് ഹാമിൽ. നമുക്ക് കിയേസയ്ക്ക് പകരം ബോവനെ കിട്ടിയാ നത്തിങ് ലൈക്ക് ഇറ്റ്. കറക്റ്റ് ആണ്. ആ ഏജ് പ്രൊഫൈൽ നോക്കുമ്പോഴും പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് നോക്കുമ്പോൾ അതെ 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 അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് നല്ല ഓപ്ഷൻസ് ആണ്. പക്ഷെ നമ്മളൊരു
ക്ലബോടെ വെസ്റ്റ് ഹാം ഫാൻസ് ഒക്കെ കാണുന്നുണ്ടോന്ന് അറിയില്ല, അങ്ങനെയുള്ളവരുണ്ടോ അറിയില്ല. അവര് റെലിഗേറ്റ് ആകുമ്പോൾ നമ്മളോട് ആഘോഷിച്ച് പ്ലേയേഴ്സ് സൈൻ ചെയ്യണ കാര്യം പറയുമ്പോ നമുക്കൊരു സുഖം അതിനെക്കാട്ടും നല്ല പ്ലേയേഴ്സ് സ്പേഴ്സിലുണ്ട്. കുഡൂസ് ശരിയാണ്. ഓഫ് കോഴ്സ് എന്താ പറയാ, സ്പേഴ്സ് എങ്ങാൻ റെലിഗേറ്റ് ആവണമെങ്കിൽ എല്ലാവരും പോകും അങ്ങോട്ടേക്ക്. മാഡിസൺ, സൊളാങ്കെ, കുഡൂസ് എങ്ങനെ ക്ലബിലേക്ക് കേറി പോയാൽ മതി. ആദായ വിൽപ്പന പറഞ്ഞാൽ ആരോ എടുത്തിട്ട് വരാം. കുലുസസ്കി എല്ലാവരുടെ അടുത്ത് തന്നെ കാണാനില്ലെങ്കിലും. എന്നാലും സ്പേഴ്സിന് ജയിക്കായിരുന്നു. സ്പേഴ്സിന് ജയിക്കാൻ പറ്റുന്ന മാച്ചായിരുന്നു. ഞാൻ കണ്ടപ്പോ നല്ല രസമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അവര് സ്റ്റൈലൊക്കെ മാറി, കുറച്ചുകൂടി സ്പീഡായിട്ട് പാസ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി ഡയറക്റ്റ് ആണ് അവര്. നല്ല രസമുണ്ട്, കളി കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മറ്റു മാച്ചസിനെ കുറിച്ച് യുണൈറ്റഡ് സൺഡർലൻഡ് ഡ്രോ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ആക്ച്വലി ആർക്കും കളിക്കാനുണ്ടായിട്ടില്ല. ബേസിക്കലി ഒരു മീനിങ് ഫുൾ ഗെയിം എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഇപ്പൊ വേൾഡ് കപ്പിന്റെ ആ രീതിയിലേക്കും എല്ലാം മാറിയിട്ടുണ്ട്. കുറച്ചൊന്ന് കൺസർവേറ്റീവ് ആയിട്ട് കളിക്കുക. മെക്കാലിസ്റ്റർ ഓഗസ്റ്റ് തൊട്ട് വേൾഡ് കപ്പിലേക്ക് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അല്ല, അത് പണ്ടേ തുടങ്ങിയിട്ടുണ്ട്. ഇനി മിഡ് വീക്ക് ഉള്ളത് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഗെയിം, സിറ്റി വേഴ്സസ് പാലസ്. സിറ്റി വീണ്ടും ഗോൾ ഡിഫറൻസ് കൂട്ടും, കാരണം പാലസ് ആരെ ഇറക്കാൻ പോകുന്നില്ല. പാലസ് നിർത്തിയില്ലേ മറ്റേ കോൺഫറൻസ് ഫൈനൽ മാത്രം, വേറൊന്നും കളിക്കൂല. ആകെ നമുക്ക് പറയാനുള്ളത് ബോൺമത്തിന്റെ വിക്ടറി ആണ്, which makes them 4 points off top 5. ആസ്റ്റൺ വില്ല വീണ്ടും ഡ്രോ ആയി. സോ ആസ്റ്റൺ വില്ല അവരും ഏകദേശം മൈൻഡ് മൊത്തം കോൺഫറൻസ് ലീഗിൽ അല്ല യൂറോപ്പ ലീഗിലേക്ക് ലീഗിന്റെ. എനിക്ക് തോന്നുന്നു ആർസണൽ ഫാൻസും സിറ്റി ഫാൻസും സ്പേഴ്സ് ഫാൻസും വെസ്റ്റ് ഹാം ഫാൻസും ഒഴികെ പ്രോബബ്ലി ബോൺമത്ത്, ബ്രൈറ്റൺ, ബ്രെൻഫോർഡ് ഇവരൊഴികെ ബാക്കി എല്ലാവരും നിർത്തിയ മട്ടാണ്. ബ്രൈറ്റന് ഈ പറഞ്ഞ പോലെ ബോൺമത്തിന്റെ പോലെ ബ്രൈറ്റനും കയറി വരുന്നുണ്ട്. അവരും നല്ല ചാൻസ് ഉണ്ട് അവർ യൂറോപ്പിലേക്ക് കയറാനുള്ള ഒരു ഇതിലാണ്. ബ്രെൻഫോർഡ് താഴെ പോയി ഇപ്പോ, അവരുടെ മൊമെന്റ് അങ്ങ് പോയി. മിൽവാൾ, ഹൾ സിറ്റി മാച്ച് കണ്ടില്ല, പക്ഷെ ഹൈലൈറ്റ്സ്, എക്സ്റ്റെൻഡഡ് ഹൈലൈറ്റ്സ് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതില് ഫസ്റ്റ് ലെഗ് ഞാൻ കണ്ടിരുന്നു, മിൽവാളുടെ ഹോം മാച്ച് ആയിട്ടുള്ളത്. അപ്പൊ അതിൽ കമന്റേറ്റേഴ്സ് പറയുന്നുണ്ടായിരുന്നു മിൽവാള് യൂഷ്വലി കുറെ ചാമ്പ്യൻഷിപ്പില് ഏറ്റവും കൂടുതൽ ഫോർവേഡ് പാസുകൾ ചെയ്ത ടീമുകളിലൊന്നായിരുന്നു. മീൻസ് അത് തന്നെയായിരുന്നു, അവരായിരുന്നു ഏറ്റവും ഹൈയസ്റ്റ്. പക്ഷെ അന്നത്തെ മാച്ചിൽ അവര് പേടിച്ചാണ് കളിച്ചത്. ഫുൾ ബാക്ക് പാസ്, ഡിഫെൻഡ് ചെയ്തൊക്കെ അങ്ങനെയാ കളിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു എക്സ്പീരിയൻസിന്റെ പ്രശ്നമായിരുന്നു തോന്നുന്നു. ഹൾ സിറ്റി ആണെങ്കിൽ ക്ലിയർ ആയിട്ട് ആ മാച്ച് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് അവര് എവേ മാച്ച് അങ്ങനെ പ്രോപ്പർ ആയിട്ട് നോക്കി. ഹോം മാച്ച് അവര് നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കളിച്ചു. അവര് മിൽവാളിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവര് ഹൈലൈറ്റ്സ് കണ്ടാ അറിയാം, അവര് നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് നല്ല കുറെ ചാൻസ് കിട്ടിയിരുന്നു. അതിൽ കൂടുതൽ ഗോൾ അടിച്ച് തന്നെ വേണമെങ്കിൽ. അപ്പോ 2-0 എന്ന് പറഞ്ഞ ലീഡിൽ അവര് വെംബ്ലിയിലെത്തി. അപ്പൊ എനിക്ക് തോന്നുന്ന ആ എക്സ്പീരിയൻസ് ആണ്. ഹൾ സിറ്റി ഇതിനു മുമ്പ് പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്നു. ആ ഒരു ഫാൻസും എല്ലാം ആ അറ്റ്മോസ്ഫിയർ അവര്. ഈ സതാംപ്ടൺ മിഡിൽസ്ബ്രോ ഇന്ന് രാത്രിയാണ് മാച്ച്. നമ്മളിപ്പോ റെക്കോർഡിംഗ് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ആ മാച്ച് തുടങ്ങും. പറയാൻ പറ്റില്ല. കാര്യം ഇതിൽ മിൽവാള് ഫേവറേറ്റ് ആയിരുന്നു ഈ മാച്ചില്. ഹൾ സിറ്റി മാച്ചില് മിൽവാളായിരുന്നു ഫേവറേറ്റ്സ്. അവരൊരു ഗോള് പോലും അടിക്കാതെ പുറത്തായി. അപ്പൊ ആ മെന്റാലിറ്റി, ഏത് മെന്റാലിറ്റിയിലാണ് രണ്ട് ടീംസും അടുത്ത് വലിയ ഒരുപാട് കാലം മുമ്പായിട്ടും ഒക്കെ ആയിട്ടും പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്നു. സതാംപ്ടണാണ് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉള്ളത് എന്ന് തോന്നുന്നു. എന്തായാലും ഇൻട്രസ്റ്റിംഗ് മാച്ച് ആയിരിക്കും. ലീഗ് 1 എന്തായാലും PSG കൊണ്ടുപോയി. ഐ തിങ്ക് ദേ നീഡ് 1 more point. രണ്ട് മാച്ചിൽ ഒരു പോയിന്റ് എന്തോ മതി. 6 points ലീഡ് ഉണ്ട്. അഗെയിൻ രണ്ട് സ്ട്രൈക്കേഴ്സ് ഉണ്ട് ലീഗ് 1 ഫോർ ട്രാൻസ്ഫർ വിൻഡോ ഫാൻസ്. യാക്കീൻ പനിച്ചെലി, എസ്റ്റബാൻ ലെപ്പോൺ. രണ്ട് ടീമും രണ്ട് പ്ലേയേഴ്സും പ്രീമിയർ ലീഗിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. എൽ ക്ലാസിക്കോ ഉണ്ടായിരുന്നു. ഈ റയൽ മാഡ്രിഡിന്റെ പ്രശ്നങ്ങൾക്കിടയിൽ ഒരു എൽ ക്ലാസിക്കോ ഉണ്ടായിരുന്നു. ബാഴ്സലോണ ആ മാച്ച് ജയിച്ചപ്പോഴാണ് മാത്തമാറ്റിക്കലി ചാമ്പ്യൻസ് ആയത്. അപ്പൊ അതിന്റെ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് അവരുടെ മുമ്പിൽ വെച്ച് കപ്പൊക്കെ എടുത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് അവർക്ക് റയൽ മാഡ്രിഡ് 77 പോയിന്റ്സും ബാഴ്സ ഹാസ് 91 പോയിന്റ്സ്. അതുണ്ട്. പക്ഷെ ഞാൻ പറയാ ഇപ്പോ ഈ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന് ഇതൊക്കെ കഴിയുമ്പോ
ബാഴ്സലോണ അവിടെ അവരുടെ മുമ്പിൽ വെച്ച് കപ്പൊക്കെ എടുത്ത് പൊക്കണത് കാണുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് ഫാൻസിനും ഉണ്ടാവുമല്ലോ ആ മാച്ച് കഴിഞ്ഞ ഫാൻസിനുണ്ടാവും, ആ ഫാൻസിന് പ്ലേയേഴ്സിന്. ഉണ്ടാവും, പ്ലേയേഴ്സിന് ചാൻസ് ഇല്ല. പ്ലേയേഴ്സിനോട് അടി ഉണ്ടാക്കാനുള്ള തിരക്കിലുള്ളത്. അതെ. വേഗം പോയിട്ട് വേണം ഡ്രസ്സിംഗ് റൂമിൽ പോയി അടി ഉണ്ടാക്കാന്. അതൊരു നല്ല ഡിസ്കഷൻ ആണ്. ന്യൂ എറ ഇൻ റയൽ മാഡ്രിഡ് ദിസ് സമ്മർ. ജോസെ മൊറീനിയോ മോസ്റ്റ് പ്രോബബ്ലി വിൽ ബി ദ മാനേജർ. അപ്പൊ അവിടെയുള്ള ഈ മൂർത്തികളെ എല്ലാം പുള്ളി പറഞ്ഞു. I think one of Bellingham, വിനി ഓർ എംബാപ്പെ, അതിൽ ഒരാള് പോവാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഒരു മൊറീനിയോ ഫുൾ ബാക്ക് ആയിട്ട് ട്രെൻഡ് എങ്ങനെ കളിക്കും? മിഡ്ഫീൽഡർ ആക്കുമായിരിക്കും മിക്കവാറും. മിഡ്ഫീൽഡർ എവിടെ കളിക്കും? ആകെ കളിക്കാൻ പറ്റുന്ന പൊസിഷൻ നമ്പർ 6 ആ. മൊറീനിയോ നമ്പർ 6 ഉള്ള ഒരു കളിയൊന്നും ഇല്ല അവന്. അല്ല 4-2-3-1 4-2-3-1 കളിക്കുകയാണെങ്കിൽ ആ ഡബിൾ പിവറ്റില് വിത്ത് മെക്കലീലി. പക്ഷെ ആ ഒരു മെക്കലീലി ആരാന്ന് ചോദിച്ചാൽ അറിയില്ല. ചുവമേനി എന്തായാലും പോവും. ചുവമേനി എന്തായാലും പോയാലേ പറ്റില്ല. വാൽവഴിയാണ് നിൽക്കാൻ സമ്മതിക്കോ? പിന്നെ കാമിംഗ ഉണ്ടാവും മോസ്റ്റ്ലി. 2 പോലെ കാമിംഗ കഴിഞ്ഞ വർഷം പോകാൻ കാത്തിക്കായിരുന്നു. സോ റയൽ മാഡ്രിഡിൽ കുറെ സെയിൽസ് വരും. അതിൽ നിന്ന് യുണൈറ്റഡിലേക്കും സിറ്റിയിലേക്കും മൊറീനിയോ ഓൾറെഡി റോഡ്രിയെ ചോദിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ഹൈലി പോസിബിൾ. കാരണം ഒരു സ്പാനിഷ് പ്ലെയറിന് കൾമിനേഷൻ റയൽ മാഡ്രിഡിൽ നിന്ന് കളിച്ച് നിർവൃതി അറിയാനുള്ള ഒരു ആഗ്രഹം റോഡ്രിക്ക് ഉണ്ടാവും. റോഡ്രി ഇത്രയും തെറി പറഞ്ഞിട്ട് ഇതിന്റെ കോൺഗ്രസിന്റെ പാർട്ടി ഇതല്ല ഇത്രയും തെറി പറഞ്ഞിട്ട് പിറ്റേന്ന് കയറ്റാന്. അറിയില്ല എന്താണ് ഇത് ഇപ്പോ റയൽ മാഡ്രിഡിന്റെ അവസ്ഥ. കാരണം ഒരു പെരേസ് ഒക്കെ ഇത് ടേബിൾ കണ്ടിട്ട് കലി വരുന്നുണ്ടാവും. കാരണം പൊതുവെ മാനേജറിനെ സാക്ക് ചെയ്ത് ഇത് പ്ലേയേഴ്സ് ഇങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. സമയത്ത് പോലും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ഈഗോ ഉണ്ടായിരുന്നു, യെസ്, ബട്ട് ഫുൾ ബ്ലോൺ അടി ഉണ്ടായിട്ടില്ല. അതെ ഞാൻ പറയുന്നത് ഫിഗോ, റൊണാൾഡോ, സിദാൻ ഇവർക്കൊക്കെ ഈഗോ ആവാം. ഞാൻ പറയുന്നത് അവർക്ക് ആവാം, കാരണം അവർ അതാണ്. ഇത് ബെല്ലിംഗം, എംബാപ്പെ ഒക്കെ ജെൻസി, വാട്ട് യു അതിനകത്ത് ശരി ആരാണ് ഇവര് ഫുട്ബോൾ ലോകത്ത്? ഓക്കെ, പ്രോബബ്ലി എംബാപ്പെ ഇസ് ഗ്രേറ്റ്, ബട്ട് എംബാപ്പെ കരിയർ തീരുമ്പോ പ്രോബബ്ലി വിൽ കോൾ ഹിം വൺ ഓഫ് ദ ഗ്രേറ്റ്സ് ഓഫ് ദ ഗെയിം. ബട്ട് ഇപ്പൊ ഒന്നും എവിടെ ഇല്ലല്ലോ. വേൾഡ് കപ്പ് ജയിച്ചു 19 years, fair enough, but still Mbappe is not with your Ronaldos and your Nedved and your Figo. നമ്മള് ആ ഒരു എറ കമ്പയർ ചെയ്യുമ്പോ യു ഹാവ് എ ലോട്ട് ഓഫ് ഗ്രേറ്റ്സ്. ഒരു 25-26 ആവുമ്പോഴേക്ക് ഗ്രേറ്റ് ആയ കുറെ പ്ലേയേഴ്സ് ഉള്ള ഒരു എറ. ഇത് നമ്മൾ ഏതൊരു പോഡ്കാസ്റ്റിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. 30 താഴെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ ആരാണുള്ളത്? ഞാനൊരു ഡെവിൾ സർട്ടിഫിക്കറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മൊറീനിയോ അറ്റ് മാഡ്രിഡ്, ഓക്കെ, Mo Salah is a free agent. പോവാനൊന്നുമില്ല, പക്ഷെ പെരസ് സമ്മതിക്കൂല എന്നുള്ളതാണ്. അല്ല ഞാൻ പറഞ്ഞേ ഈ റയൽ മാഡ്രിഡിന്റെ പ്രശ്നം പറഞ്ഞല്ലോ, ഈ ഈഗോസിന്റെ ഇതൊക്കെ. പണ്ട് ഇതിനു മുമ്പ് റയലില് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാത്തതിന്റെ ഒരു കാര്യം, സീനിയർ പ്ലേയേഴ്സ് ആയിട്ടുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ എപ്പോഴും. ഇപ്പൊ അങ്ങനെ നോക്കുമ്പോ ആരുള്ള റയലില് അങ്ങനെ ഒരു ഫിഗർ എന്ന് പറയാൻ ഇല്ല. അങ്ങനെ അതങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ റാമോസ് വാസ് there. Ramos was a key person. Ramos അവിടെ on that news, Ramos is on bought Sevilla, the club. അവരുടെ ഹോം ക്ലബ് ആണ് റാമോസ്. അങ്ങനത്തെ കുറച്ച് ഫിഗേഴ്സ് ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ശരിക്കും പോയത്. ഇപ്പോഴത്തെ ലീഡേഴ്സ് ബേസിക്കലി ആര് ഒരു ക്യാപ്റ്റൻ അമ്പയർന്നല്ല പറയുന്നത്, അവിടെ ഒരു ആ ഒരു ഫിഗർ ഇല്ലല്ലോ അവിടെ. അത് എവിടെയും അത് മോഡ്രിച്ച് ആൻഡ് ക്രൂസ് ഇമ്പോർട്ടന്റ് ഫിഗേഴ്സ്. അതെ അതെ അതെ. അത് പക്ഷെ ഇൻ ജനറൽ ഫുട്ബോളിൽ തന്നെ ഇപ്പൊ ആരുണ്ട്? നമ്മളിപ്പോ PL തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം പറഞ്ഞാലും ആർസണൽ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് മാർട്ടിൻ ഒഡെഗാർഡ്. ഇവൻ നമ്മളിൽ നോക്കുകയാണെങ്കിൽ തന്നെ വാൻ ഡൈക്ക് പോയി കഴിഞ്ഞാൽ
the next and only option Szoboszlai ആണ്. Szoboszlai ആണ് ഒരു ക്യാപ്റ്റൻസി ഒരു എല്ലാം ഓറയുള്ള ഉണ്ടായിരുന്നു. ഒരാൾ Szoboszlai ആണ്. എല്ലാം ഉണ്ടായിരുന്നു. ബാക്കി ആരെ വേണമെങ്കിലും നമുക്ക് പറയാം. ബിഗർ പ്ലെയർ അല്ലെങ്കിൽ ബിഗർ സ്റ്റാച്ചർ. ട്രാൻസ്ഫർ പോളിസിയൊക്കെ എല്ലാവരും മാറ്റി. അതായത് 29 കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺട്രാക്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ സെല് ചെയ്യാൻ നോക്കുക. ഇറ്റാലിയൻ ലീഗ് റിട്ടയർമെന്റ് ലീഗ് ആയിട്ട് മാറുക, എല്ലാവരും അങ്ങോട്ട് പോവുക. അപ്പൊ അങ്ങനെ എല്ലാ മെയിൻ ടീംസ് നന്നായിട്ട് വെൽ റൺ എന്ന് പറയുന്ന ടീം ക്ലബ്സ് ഒക്കെ അതുപോലെ അങ്ങനെ സീനിയർ പ്ലേയേഴ്സ് ഇല്ലാണ്ട് വരുന്ന ഒരു അവസ്ഥ അതുണ്ട്. ഈ പറഞ്ഞ പോയിന്റ് കിടിലം പോയിന്റ്. ആക്ച്വലി മൊറീനിയോ വന്ന് ആദ്യം സൈൻ ചെയ്യുന്ന പ്ലേയേഴ്സ് അങ്ങനത്തെ പ്ലേയേഴ്സ് ആയിരിക്കും. നോക്കും സല ചാൻസ് ഉണ്ട് കേട്ടോ. ഐ വോണ്ട് ഡിസ്കൗണ്ട് സല ഫ്രം ഗോയിങ് ടു മെഡ്രിഡ്. അല്ല, മൊറിഞ്ഞോ പറയുമായിരിക്കും ഐ വാണ്ട് സല എന്നുള്ളത്. പക്ഷെ വിൽ പെരസ് ഡു ഇറ്റ് എന്നുള്ളതാണ്. കാരണം പെരസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഐ വോണ്ട് സൈൻ എനിബഡി ഓവർ ഏജ് സെർട്ടൻ ഏജ് എന്നുള്ളത്. അതായത് പെരസ് ഇഫ് ഹി ഹാസ് ടു ഗോ ബാക്ക് ടു മൊറീനിയോ വേണ്ടിവരും. വേറെ ഒരു വഴി ഇല്ലാത്തതുണ്ടല്ലേ. കാരണം വേറെ ഈവൻ വാൻഡൈക്കിന് ഒരു വിട്ട് വന്നാൽ പോലും അത്ഭുതപ്പെടണ്ട. കാരണം അവിടെ സെന്റർ ബാക്ക് യങ് പ്ലേയേഴ്സ് ഒക്കെയാണ്. മറ്റേ കൊൽപ്പാലിയുടെ ഒപ്പമുള്ളതൊക്കെ യങ് സെന്റർ ബാക്സ്. അവിടെ അങ്ങനെ ഒരു ഒരുപാട് ട്രാൻസ്ഫർ അനിശ്ചിതത്വം ഉണ്ടാവും. ഈ പെപ് ഗാർഡിയോളയുടെ ഫ്യൂച്ചർ, യുണൈറ്റഡിന്റെ മാനേജർ ആരാണ്, ചെൽസിയുടെ മാനേജർ ആരാണ്. ഇപ്പൊ ചാബി അലോൺസോ വന്നു കഴിഞ്ഞാൽ യു കുഡ് സീ ലോട്ട് ഓഫ് ഗുഡ് പ്ലേയേഴ്സ്. ഈ ഗ്രിമാൽഡോ ഒക്കെ മോസ്റ്റ്ലി ചെൽസിയിലോട്ടൊക്കെ പോവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ മറ്റേ സ്ട്രൈക്കർ ഇല്ലേ, അവന്റെ പേരെന്തായിരുന്നു, അവൻ ടർക്കി പോയി, ബോണിഫേസ്. അപ്പൊ അങ്ങനത്തെ കുറെയൊക്കെ overall it's going to be a fun transfer window. I'm very excited about the transfer window. More than transfer window, players managerial window. So many managers available. Xabi Alonso, your Iraola, Glasner, Maresca. നമ്മുടെ മറ്റവനോ യുണൈറ്റഡ് മാനേജർ അല്ലേ, റൂബൻ അമോറിം. Pochettino will be available after World Cup. Ancelotti could be available after World Cup. Guardiola, Jurgen Klopp, of course, Diego Simeone, Vincent Kompany. ഈവൻ ജർമ്മനി മൂഞ്ചി തെറ്റാണെന്നുണ്ടെങ്കിൽ അവരും വരും. ഡെസാംസ് വരും, പക്ഷെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വലിയ കാര്യമൊന്നുമില്ല. ഫ്രാൻസിന്റെ പുറത്തെ കാര്യം എടുക്കാൻ ചാൻസ് ഇല്ല. സിദാൻ അങ്ങോട്ടേക്ക് പോകും, നാഷണൽ ടീമിലേക്ക്. പിന്നെ നമ്മുടെ മറ്റവനല്ലേ എപ്പോഴും, പുള്ളി എവിടെയും പോയില്ലല്ലോ, നമ്മളെ മെയ്റ്റ് പോസ്റ്റൊക്കെ. പോസ്റ്റെക്കോഗ്ലു ഏതോ ഒരു കമന്ററി ബോക്സിൽ കമന്റേറ്റർ ആയിട്ടോ അല്ലെ പണ്ടിത്തായിട്ട് എവിടെയോ പോയിട്ടുണ്ടല്ലോ. പിന്നെ ഗാർഡിയോള പോയി കഴിഞ്ഞാൽ പെപ്സിൻ ലിൻഡേഴ്സ് അവൈലബിൾ ആയിരിക്കും. I think Pepjin would go to Netherlands again. അവിടെ ഏതെങ്കിലും ക്ലബിൽ ഒന്നുകൂടി ട്രൈ ചെയ്യുന്നതിൽ പുള്ളിക്ക് പോസിബിൾ ചാൻസ്. ലിയം റൊസിനിയർ. റൊസിനിയർ ഉണ്ട്. നോക്കിയാൽ മതി. മാനേജേഴ്സിന്റെ അടുത്ത് നോക്കിയുണ്ടാവും കുറെ എണ്ണം. പോട്ടർ എപ്പോഴും ഇല്ലേ, ഗ്രാം പോട്ടർ, ഗാരറ്റ് സൗത്ത്ഗേറ്റ്. Okay, anyways, I think we've covered almost everything. Summer will be fun. We'll be doing weekly episodes on transfer window, managerial changes and all that. And we have a plan for the World Cup. നമ്മുടെ വേൾഡ് കപ്പ് എക്സ്റ്റെൻസീവ്ലി കവർ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്, അൺബയസ്ഡ് ആയിട്ട്. അപ്പോ ബ്രസീൽ വളരെ വ്യക്തമായിട്ട് അൺബയസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും, ലിവർപൂളിനെ പോലെയല്ല. അതെ, അപ്പൊ ബ്രസീൽ അർജന്റീന ഫാൻസ് ഒക്കെ എല്ലാരും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫോളോ ചെയ്യൂ. I think we'll be back on Friday, അല്ലേ? Thursday. ഇതല്ലേ പ്രസ് കോൺഫറൻസ് ചെയ്യാം. Okay. നോക്കാം. Let's see. Bye bye. Okay.